സമയത്ത് നമ്മൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി ഒന്ന് സഭയ്ക്ക് പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേറിട്ട വിശ്വാസ സമൂഹം, വേർപാട് സമൂഹം സാധാരണ ആ പ്രാർത്ഥന അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാറില്ല. എന്നാൽ അത് കേരളം വിട്ട് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ സഭകളെല്ലാം, പുസ്തകങ്ങളെല്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുമുണ്ട്. അത് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാതിരിക്കാനും അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഒന്നുമില്ല. അത് പ്രാർത്ഥിക്കാതിരിക്കാൻ നമ്മളോട് അങ്ങനെ തന്നെ അത്തരത്തിൽ ഒരു ചൊല്ലു പ്രാർത്ഥന പോലെ അങ്ങ് പ്രാർത്ഥിച്ച് പോകാത്തതിനും പ്രത്യേക കാരണങ്ങളുണ്ട്. പക്ഷെ എന്താണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, അതിൻ്റെ സാരാംശം എന്താണ്, അതിൻ്റെ കർത്താവിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരുന്നേ മതിയാകും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നമ്മുടെ വശം, നമ്മൾ ഏത് വശത്ത് ഏത് അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചിരുന്നത്. അതിനിടയിൽ നമുക്കൊരു വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഒരു മീറ്റിംഗ് കിട്ടി. അപ്പോൾ മറ്റൊരു വിഷയമാണ് ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷെ അനേക ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. വീണ്ടെടുപ്പെന്ന വിഷയത്തെപ്പറ്റി വളരെ ഗൗരവമായിട്ട് അന്ന് ഒന്ന് സംവദിക്കുവാനായിട്ട് ദൈവാത്മാവ് അന്ന് നമ്മളെ അനുവദിച്ചു. അപ്പം അന്ന് അനേകർ ഉണ്ടായില്ല. അപ്പോൾ ആ വീണ്ടെടുപ്പ് എന്ന ആ പ്രത്യേക ദൈവിക അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ എവിടെയാണ് നിന്നാണ്, ഏതവസ്ഥയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു ഭാഗം വായിച്ചായിരുന്നു. അത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിക്കുമ്പോഴാണ്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു നാള് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഇവിടെ നിന്ന് മരിച്ച് അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ഒരു വിശ്വാസി ആയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, ഭൗതികമായിരിക്കുന്നത് അല്ലപ്രയിലുള്ള ഈ സാംസ് വർഷിപ്പ് സെന്ററിന്റെ പ്ലാസ്റ്റിക് കസേരകളിൽ ഇവിടെ എയർ കണ്ടീഷനൊക്കെ ഇട്ട് സന്തോഷമായിട്ട് ഒരു സ്വർഗ സമാനമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി നമ്മളോട് ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭൗതികമായ ഈ ശരീരം ത്തിന് ഇത്രയേ പറ്റുള്ളൂ. ഇവിടേക്ക് ഇരിക്കാനേ സാധിക്കൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങാനുള്ള കഴിവ് നമ്മുടെ ഈ ശരീരത്തിനില്ല. ഇവിടേക്ക് ഇരിക്കാനേ പറ്റൂ. പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് വേർപെട്ട ഒരു വിശ്വാസി വന്നിരിക്കുന്ന സ്ഥലം, നാം ആയിരിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ അത് ആയിരിക്കുന്നത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളായിരിക്കുന്നത് സ്വർഗീയ സിയോന്റെ മുമ്പിലാണ്, സിയോൻ പർവ്വതത്തിന് മുമ്പിലാണ്. അതായത് ആ ഷിഫ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ എവിടെയാണ് വന്നത് എന്ന് മനസ്സിലാക്കണം. പഴയ നിയമകാലത്ത് അവർ വന്ന് ചേർന്നിരുന്ന ആ സ്ഥലം സീനായി പർവ്വതത്തിലായിരുന്നു. സീനായി പർവ്വതത്തിലാണ് മോശയോട് ചേർന്ന വിശ്വാസ സമൂഹം അന്ന് വന്ന് ചേർന്നത്. ആ പർവ്വതത്തിൽ വന്ന് ദൈവം അവർക്ക് പ്രത്യക്ഷനായപ്പോൾ ദൈവപ്രത്യക്ഷതയിൽ വിറയ്ക്കുകയും അവിടെ അവർ പറഞ്ഞു, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറയത്തക്ക വേണം. മോശയോട് സംസാരിച്ച് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ആ സംസാരിക്കരുത് എന്ന് പറയുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ദൈവശബ്ദം കേട്ട് പേടിയാകുമെന്ന് പറഞ്ഞു. മോശയും പറഞ്ഞു, എനിക്കും പേടിയാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു പഴയ നിയമ വിശ്വാസികൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വർഗീയ സിയോനിലാണ്. ആ സിയോൻ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിൻ്റെ മധ്യത്തിൽ, അതായത് സ്വർഗീയ സിയോനിൽ, സ്വർഗീയ യെരുശലേമിലുള്ള ആരാധന ഇടമാണ് സ്വർഗീയ സിയോൻ. അപ്പോൾ ആ ആരാധനാലയം, സ്വർഗീയ യെരുശലേമിലെ സ്വർഗീയമായ ആരാധനാലയം, അവിടെ ആരാ നമ്മുടെ കൂടെയുള്ള അനേകായിരം ദൂതന്മാർ നമ്മളോടൊപ്പം ആരാധിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. മാത്രമല്ല അടുത്തതാണ് നമ്മുടെ കൂട്ടം ഏതാണെന്ന് വെച്ചാൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അതായത് ആ ദൂതന്മാരുടെ സഭ അവിടെയുണ്ട്, ദൂതസംഘം അവിടെയുണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന നീതിമാന്മാരുടെ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ആദ്യജാതന്മാരുടെ ഒരു സഭയുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മൾ വന്ന് അവിടെ ആയിരിക്കുന്നത്. പിന്നെയും അവിടെ ഉള്ള ആളുകൾ ആരാണെന്ന് വെച്ചാൽ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുണ്ട്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ഉണ്ട് അവിടെ. മാത്രമല്ല ഹാബേലിൻ്റെ രക്തത്തേക്കാൾ
ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അല്ലാതെ ഈ കാണുന്ന പുൾപ്പിറ്റും ഈ മൈക്കും ഇതൊക്കെ ഇവിടെ നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ കഴിവുകേട് കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ആത്മാവിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇടത്താണ്. സ്വർഗീയ സിയോനിലാണ് നമ്മളായിരിക്കുന്നത്. സ്വർഗീയ യെരൂശലേമിലാണ് ഇരിക്കുന്നത്. അവിടെ സർവ്വദൂതന്മാരുടെ വലിയ സംഘം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന പേരെഴുതിയിരിക്കുന്ന നീതിമാന്മാരുടെ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ആദ്യജാതന്മാരുടെ സഭ, ആ സഭയിലാണ് നമ്മുടെ സ്ഥാനം. അപ്പോൾ നമ്മളെന്താ ആദ്യജാതന്മാർ എന്ന് പറയാൻ കാരണം, അതായത് ദൈവത്തിൽ നിന്ന് പിറക്കുന്ന ഒരു വിശ്വാസി, ആത്മാവിൽ ജനിക്കുന്ന ഒരു വിശ്വാസി, വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസി, എല്ലാ വിശ്വാസി ആദിജാതന്മാരാണ്. അവർക്ക് പ്രോജനിയില്ല, അവർക്ക് പറയാൻ സക്സഷൻ ഒന്നുമില്ല, പിന്തുടർച്ചയൊന്നുമില്ല. ഓരോരുത്തരും ആദിജാതന്മാർ തന്നെയാണ്. ഓരോരുത്തരും ആദിജാതന്മാരായിട്ട് തന്നെയാണ് അവിടെ ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യജാതന്മാരുടെ സഭ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യജാതന്മാരുടെ സഭ ദൈവസന്നിധിയിൽ വരണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനുണ്ട്, അത് വീണ്ടെടുക്കപ്പെടണം. കടിഞ്ഞൂലുകളെല്ലാം വീണ്ടെടുക്കപ്പെടണം. വീണ്ടെടുക്കപ്പെടാത്ത കടിഞ്ഞൂലിന് എന്ത് ചെയ്യണം? കഴുത്ത് ഞെരിച്ച് കൊല്ലണം. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ശുദ്ധിയുള്ള മൃഗങ്ങളാണെങ്കിൽ, ശുദ്ധിയുള്ള പശു അല്ലെങ്കിൽ ആട്, പ്രാവ് തുടങ്ങിയ ശുദ്ധിയുള്ള മൃഗങ്ങളാണെങ്കിൽ ആ യാഗം കഴിക്കാൻ കൊള്ളാം. എന്നാൽ വിശുദ്ധിയില്ലാത്ത മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെയൊക്കെ കഴുത്തൊടിച്ച് കൊല്ലണം, അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് അതിനെ വീണ്ടെടുക്കണം. അപ്പോൾ നമ്മൾ മനുഷ്യര് ശുദ്ധിയുള്ളതോ ഇല്ലാത്തതോ? നമ്മൾ ശുദ്ധിയില്ലാത്തതോ. നമ്മൾ യാഗം കഴിക്കാൻ കൊള്ളൂല. അപ്പൊ വീണ്ടെടുക്കാനേ പറ്റൂ, വീണ്ടെടുത്തേ പറ്റൂ. അപ്പൊ വീണ്ടെടുപ്പല്ലാതെ പറ്റില്ല. വീണ്ടെടുക്കാനായിട്ട് എന്ത് വേണം? ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. അങ്ങനെ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കൊണ്ട് വീണ്ടെടുത്ത ആദ്യജാതന്മാരുടെ സഭ അവിടെ സ്വർഗത്തിൽ അവരുടെ പേരെഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ സഭയിൽ നിന്നുകൊണ്ട് സ്വർഗീയ സിയോനിൽ യെരൂശലേമിൽ നിന്നുകൊണ്ട് സർവ്വദൂത സംഘങ്ങളുടെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആൾക്കാരെ എടുത്തുകൊണ്ട് നമ്മുടെ മധ്യസ്ഥനായ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. അങ്ങനെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. ഭൗതികമായിട്ട് നമുക്കത് സാധ്യമല്ലാത്തത് നമ്മുടെ ശരീരത്തിന്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയാണ്. പക്ഷെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ പോലും വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എവിടെയായിരിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ആരാധന അനുഭവത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരാധന അനുഭവത്തിൽ, അങ്ങനെ ഒരു വലിയ കൂട്ടത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടം സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ നിന്നുകൊണ്ട് സർവ്വദൂതന്മാരുടെയും കൂടെ നിന്നുകൊണ്ട് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ന്യായാധിപതിയായ പിതാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കൂട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്. ശമരിയാക്കാരി സ്ത്രീ ചോദിച്ചു, ആ മലയിലാണോ യെരൂശലേമിലാണോ ആരാധിക്കേണ്ടത്? ചോദിക്കുന്നത് വെറുതെ പറഞ്ഞല്ലോ, അവിടെയാണോ എവിടെയാണോ എന്ന് ചോദിക്കുന്നത് വെറുതെ ചോദിക്കുന്നില്ല. അവർ വളരെ ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് കയറി ചെന്ന് എരീഹോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവരോട് ദൈവം കാണിച്ചത് 2 പർവ്വതങ്ങളാണ്, ഗെരിസീം പർവ്വതവും ഏബാൽ പർവ്വതവും. അപ്പോൾ ഗെരിസീമിലും ഏബാലിലും നിന്നുകൊണ്ട് 2 കൂട്ടർ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങളും ശാപങ്ങളും വിളിച്ചു പറഞ്ഞ് അവിടെയാണ് ആരാധന തുടങ്ങിയത്. അപ്പോൾ 5 പുസ്തകങ്ങൾ, മോശയുടെ 5 പുസ്തക പ്രകാരം ആരാധന നടത്തുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്ന പർവ്വതങ്ങളാണ്, പർവ്വത കൊടുകുകളാണ് ഗെരിസീമും ഏബാലും എന്ന് പറഞ്ഞ പർവ്വതം. അപ്പോൾ ഗെരിസീം പർവ്വതത്തിലും ഏബാൽ പർവ്വതത്തിലും നിൽക്കുമ്പോൾ അപ്പോൾ ആരാധനയായിരിക്കുന്ന ആ ഗെരിസീം പർവ്വത നിരകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ ശമരിയാക്കാര് മറ്റത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ കണക്കിലെടുക്കാൻ തയ്യാറല്ല. മോശയുടെ 5 പുസ്തകമുണ്ട്. ആ 5 പുസ്തകങ്ങളിൽ വ്യക്തമായിട്ട് ന്യായപ്രമാണം ഞങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആരാധന ഇടമുണ്ട്, അത് ഈ പർവ്വതമാണ്. ഞങ്ങൾ ഈ പർവ്വതത്തിലല്ലേ ആരാധിക്കേണ്ടത്. പക്ഷെ പിന്നീട് ആളുകൾ വന്നു, പ്രവാചകന്മാർ വന്നു, അവിടുന്ന് ആരാധന ശീലോഹിലേക്ക് മാറി. പിന്നീട് അവിടെ നിന്നും ആരാധന മാറി എവിടെ വന്നു? അവസാനമായിട്ട് യെരൂശലേമിലേക്ക് ആരാധന വന്നു. ദാവീദിന്റെ കാലത്ത് യെരൂശലേമിലേക്ക് മാറി. അപ്പോൾ ശമരിയാക്കാർ പറഞ്ഞു, ഞങ്ങൾ മോശയുടെ പുസ്തകപ്രകാരം ഞങ്ങൾ ഈ പർവ്വതത്തിലാണ് ആരാധിക്കുന്നത്. ദാവീദ് വന്നതിന് ശേഷമാണ് ഈ ആരാധന യെരൂശലേമിലേക്ക് മാറ്റിയത്. അപ്പോൾ ഞങ്ങളത് അംഗീകരിക്കണം, മോശയുടെ പുസ്തകത്തിൽ പറഞ്ഞ സ്ഥലത്ത് അല്ലേ ഞങ്ങൾ ആരാധിക്കണ്ടേ. പക്ഷെ തർക്കമുണ്ട്. ആ തർക്കം ഒന്ന് തീർത്തു തരണമെങ്കിൽ മശിയ വരണം. മശിയ വരുമ്പോൾ തീർത്തു തരും, ഈ മലയിലാണോ ആരാധിക്കേണ്ടത് അതോ യെരൂശലേമിലാണോ ആരാധിക്കേണ്ടത്. അപ്പം ഇതായിരുന്നു തർക്കം. ഈ തർക്കമൊക്കെ ഇപ്പോഴും ഇല്ലേ നമ്മുടെ അടുത്ത്? എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ആരാധിക്കണം, ഒക്കെ ഈ തർക്കങ്ങളൊക്കെ ഇല്ലേ? ഈ തർക്കങ്ങളൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണ്ടൊക്കെയോ ഉണ്ടായിരുന്ന ഏതൊക്കെയോ പൂർവികമായ ചില അറിവുകൾ അതിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പകർന്നു വന്ന് അങ്ങനെ സംഭവിച്ചതാണ്.
ഇത്തരത്തിൽ തർക്കങ്ങളെല്ലാം എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങോട്ട് മുട്ടുകുത്തണം, എങ്ങോട്ട് തിരിയണമെന്നുള്ള ചിന്തയൊക്കെ വന്നത് നമുക്ക് പരമ്പരമായി വന്ന ചില അറിവുകൾ നമ്മുടെ തലയിൽ വിട്ടുമാറാതെ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ യേശു പറഞ്ഞു, സ്ത്രീയെ ഇവിടെയല്ല, ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല, ഈ കാണുന്ന ഭൗതികമായ ഒരു സ്ഥലത്തല്ല. ദൈവം ആത്മാവാകുന്നു. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ആരാധന എങ്ങനെയാണ്? ആത്മാവിലാണ്, സത്യത്തിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം താൽക്കാലികമായ ഒരു വ്യവസ്ഥിതിയായിരുന്നു. എന്തുവരേക്ക്? സത്യം വരുന്നത് വരേക്ക്. സത്യം വെളിപ്പെട്ട് വരുന്നത് വരേക്കുള്ള ഒരു താൽക്കാലിക അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു കാരണം? എന്താണ് ആത്മാവിൽ, സത്യത്തിൽ എന്ന് പറയാൻ കാരണം? ദൈവം ആത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ ആത്മാവിലാണ് ആരാധിക്കാൻ പറ്റുള്ളൂ. എന്താണ് സത്യം? എന്താണ് സത്യമല്ലാത്തത്? സത്യമല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, അതുവരെ അവർ കണ്ടിരുന്നതെല്ലാം നിഴലുകളായിരുന്നു. അന്ന് വരെ അവർ ആരാധിച്ചത് എവിടെയായിരുന്നു? നിഴലുകളിലായിരുന്നു. അപ്പോൾ നിഴലുകളിൽ ആരാധിച്ചിരുന്ന നമുക്ക് വചനം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊലോസ് ലേഖനം 2:16-17 വായിക്കുമ്പോൾ, കൊലോസ് ലേഖനം 2:16-17 വായിക്കുമ്പോൾ, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. അതായത് അവിടെ പറഞ്ഞിരുന്ന അന്ന് മുഴുവൻ ഉണ്ടായിരുന്ന ആചാരങ്ങളും ഈ യാഗങ്ങളും എല്ലാം ഒരു നിഴലായിരുന്നു. എന്തിൻ്റെ നിഴലായിരുന്നു? ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. ക്രിസ്തു എന്ന ദേഹത്തിലേക്ക് പിതാവിൻ്റെ ആ പ്രഭയുടെ തേജസ് അടിച്ചുണ്ടായ ഒരു നിഴലായിരുന്നു ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ആചാരങ്ങളെല്ലാം എവിടെയായിരുന്നു? നിഴലിലായിരുന്നു. അതായത് യഥാർത്ഥത്തിൻ്റെ, സത്യത്തിൻ്റെ ഒരു നിഴൽ മാത്രമേ പഴയ നിയമകാലത്തും അല്ലെങ്കിൽ ഇന്നുള്ള മറ്റ് ആരാധനാ രീതികളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും യഥാർത്ഥ സത്യത്തിൻ്റെ ഒരു അന്ന് യഹൂദന്മാർക്കൊരു നല്ല നിഴലുകൾ കിട്ടിയിരുന്നു. മറ്റുള്ളവർക്കെല്ലാം ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള, ഒരു കൃത്യതയില്ലാത്തൊരു നിഴലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാവരും ഇന്ന് വരെ അത്തരത്തിൽ ആരാധിക്കുന്നവരെല്ലാവരും എവിടെ ആരാധിക്കുന്നത്? നിഴലിലാണ് ആരാധിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നിഴലായിരുന്നു. ഈ മലയെ നിഴലായിരുന്നു, യെരുശലേമിൽ നിഴലായിരുന്നു. ഇന്ന് വരെ ഉണ്ടായിരുന്ന ആരാധനാ രീതികളും നിങ്ങൾ ആചരിച്ചിരുന്ന എല്ലാ ആചാരങ്ങളും നിഴൽ മാത്രമായിരുന്നു. അപ്പോൾ അന്ന് വരെ നിഴലിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ഇനി മുതൽ നിഴലിലല്ല നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്, നിങ്ങൾ സത്യത്തിലാണ്, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. എബ്രായലേഖനം 10:1 പറഞ്ഞു, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സത്യ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇഴാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽക്കട പൂർത്തിവരുത്താൻ ഒരുത്താൻ കഴിവില്ല. അവിടെ പറഞ്ഞു, ന്യായപ്രമാണമുള്ള യാഗങ്ങളെല്ലാം ഒരു യഥാർത്ഥമായ യാഗത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. അപ്പോൾ കർത്താവ് വരുന്നത് വരെ ആളുകൾ ഈ നിഴൽ കണ്ട് ആ നിഴലിൽ നിന്നുകൊണ്ട് നിഴലിലാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇനി അതല്ല സംഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അതിൻ്റെ നാഴികയെല്ലാം വന്നു. ഇനി നിങ്ങൾ നിഴലിലല്ല, സത്യത്തിൽ ആരാധിക്കും. നിഴലിലല്ല, സ്വരൂപത്തിൽ, സാക്ഷാൽ സ്വരൂപത്തിൽ, സത്യത്തിൽ ആരാധിക്കാനുള്ള വന്നിരുന്നു. നിഴലിലാണ്. വീണ്ടും എബ്രായലേഖനം 8:5 പറയുന്നു, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്നവരോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ പറഞ്ഞ മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ അന്ന് വരെയുള്ള പുരോഹിതന്മാരെല്ലാവരും ശുശ്രൂഷ എന്തിലാ? യഥാർത്ഥ സത്യത്തിലുള്ള ആരാധനാലയത്തിൻ്റെ ഒരു നിഴലായിരുന്നു, ഒരു മാതൃകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ മിനിയേച്ചർ മോഡലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആളുകളെല്ലാം എവിടെയായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്? നിഴലിലായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും ഒന്നിവിടെ വിടാതെ ഇത്ര ഗൗരവത്തോടെ കൂടി ആരാധിച്ചു കൊണ്ടിരുന്നതെല്ലാം സത്യത്തിലല്ലായിരുന്നു, നിഴലിലായിരുന്നു. പക്ഷെ ആ സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്ന് സത്യം വന്നതിന് ശേഷം ഇപ്പോഴും പിന്നെയും ആ നിഴല് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പിന്തുടർന്ന് പോരാൻ നമ്മൾ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ പഴയതെന്തോ വിട്ടുകളയാൻ പറ്റാത്തത് നമ്മളായിരിക്കാം. നമ്മളിപ്പോൾ പല ആരാധന രീതികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സഹിതം പല സ്ഥലത്തും നമുക്ക് ആ നിഴലുകൾ എങ്ങനെയൊക്കെയോ കയറ്റിക്കൊണ്ട് വരാനായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ കാണുന്നുണ്ട്. എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ നമ്മളെയും പറ്റി കൂടുന്നുണ്ട്. എല്ലാം വിട്ടു പോന്നതാണ്, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാൻ വന്നതാണ്. എങ്കിൽ പോലും ഇനി ഒരിക്കൽ പോലും അങ്ങോട്ട് തിരിച്ച് പോകാതെ വണ്ണം നമ്മൾ ഒരു യഥാർത്ഥം മനസ്സിലാക്കണം. നിഴലിലല്ല, സത്യത്തിലാണ്, ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിൽക്കേണ്ട അവസ്ഥ, ഈ സത്യം എവിടെയാണ് നിൽക്കുന്നത്? ആ സത്യസഭ നിൽക്കുന്നത് നീതിമാന്മാരുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ന്യായാധിപതിയായ പിതാവിൻ്റെ മുൻപിൽ, പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ, ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ മുൻപിൽ വീണ്ടെടുക്കപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയിൽ നിന്നുകൊണ്ട് സർവ്വദൂത ഗണങ്ങളുടെയും
കൂടെ നിന്നുകൊണ്ട് നീതിമാന്മാരെ സിദ്ധന്മാരായ വിദ്വാന്മാരുടെ ആത്മാക്കളുടെ കൂടെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. ശരീരം കൊണ്ട് നമ്മൾ ഇവിടെയുള്ള സാധാരണ കസേരകളിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ഹൃദയം കൊണ്ട്, നമ്മൾ ആത്മാവിൽ, നമ്മൾ ഈ യഥാർത്ഥത്തിൽ സത്യത്തിൽ നിൽക്കണം. ഇവിടെയുള്ളൊരു നിഴലും നമ്മളെ സ്വാധീനിക്കരുത്. യാതൊരു തരത്തിലുള്ള മെൻ്റൽ മോഡൽസും നമ്മളെ സ്വാധീനിക്കരുത്. ആത്മാവും സത്യവും മാത്രമേ ഉള്ളൂ. ആത്മാവും സത്യത്തിൽ മാത്രമേ നിൽക്കാവുള്ളൂ. ഒരു തരത്തിലും ഒരു ഭൗതികമായ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നിഴലിലോ നമുക്ക് ആരാധിക്കാൻ ഒരവസ്ഥ വരരുത്. സത്യത്തിലായിരിക്കണം ആരാധന. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ഈ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രാർത്ഥനയെ നമ്മൾ വ്യക്തമായിട്ട് ചിന്തിച്ചു. നമുക്കെല്ലാത്തിലും അതായത് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ, പറഞ്ഞ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് പറഞ്ഞത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു യേശുക്രിസ്തു അതൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ആ രീതി ഒരു മോഡലും കൂടിയാണ്, ഒരു മാതൃക കൂടിയാണ്. അപ്പോൾ ഏതവസ്ഥയിലാണ് യേശുക്രിസ്തു നിന്ന് പ്രാർത്ഥിച്ചത് എന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണ ചിന്തിച്ച കാര്യത്തിൽ യേശു ചിന്തിച്ചൊരു കാര്യം ഒന്നാമത് തന്നെ കർത്താവ് പഠിപ്പിച്ചു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് പിതാവേ എന്ന് വിളിച്ചു. അവർ തമ്മിലുള്ള ബന്ധം എന്താ? പിതൃബന്ധമാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മളോടും പറഞ്ഞു നിങ്ങളും എങ്ങനെയായിരിക്കണം? നിങ്ങളും പിതൃപുത്ര ബന്ധത്തിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്നത് പിതൃപുത്ര ബന്ധത്തിലാണ്, അല്ലാതെ വെറുതെ അങ്ങ് അപ്പ എന്ന് വിളിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ വൈറ്റലായിട്ട് നിങ്ങൾക്ക് ആ സ്വർഗീയ ബന്ധം നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പുത്രത്വം ലഭിക്കണം. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? അത് ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴുള്ളവനായിട്ട്, ഈ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിലുള്ള നമ്മളെ വിലക്കി വാങ്ങി എന്തിനാ? പുത്രത്വം നൽകുവാൻ. അങ്ങനെ നമുക്ക് അബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയും ദാസത്വത്തിന്റെ ആത്മാവിലല്ല നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പുത്രത്വത്തിന്റെ ആത്മാവിലാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു വലിയ അനുഭവം കൊണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ അബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് ലഭിക്കണം. അത് സംഭവിക്കണമെങ്കിൽ നമ്മളുടെ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. നമ്മൾ ന്യായപ്രമാണം ഇല്ലാന്ന് പറയും, യഹൂദനല്ലാന്ന് പറഞ്ഞ കാര്യമില്ല, മനസാക്ഷിയുടെ ന്യായപ്രമാണത്തിൽ തന്നെയാണ്. അതായത് ലോകത്തിന്റെ ഒരു പ്രമാണം ഉണ്ടായിരുന്നു, ആ പ്രമാണത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു. നാം റോമാലേഖനം എടുത്തു പറയുന്നുണ്ട് ആ കാര്യം. ആ കീഴിലായിരുന്ന ന്യായപ്രമാണം വിധിച്ചുകൊണ്ടിരുന്ന അവിടെയുള്ള നമ്മളെ വിലക്കി വാങ്ങി. എങ്ങനെ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം കൊണ്ട് നമ്മളെ വിലക്കി വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് പുത്രത്വം തന്നു. ആ പുത്രത്വത്തിൽ വെറുതെ തരുമല്ല, ആ സുപുത്രത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്ന് നമ്മളോടും അപ്പാ പിതാവേ എന്ന് വിളിച്ച് കരയുന്ന, ടു ക്രൈ ദ അപ്പാ ഫാദർ, അപ്പാ പിതാവേ എന്ന് വിളിച്ച് കരയുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്ന് ആ പുത്രത്വം എന്നുള്ള ആ ദാസത്വത്തിൽ നിന്ന് മാറ്റി, ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി, ദാസത്വത്തിന്റെ ആത്മാവിൽ നിന്ന് മാറി പുത്രത്വത്തിന്റെ ആത്മാവിൽ വന്ന് നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നത്. വെറുതെ വിളിക്കുന്നതല്ല, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന ഒരാത്മാവുണ്ട്. അത് ആബാ പിതാവേന്ന് നമ്മൾ വിളിക്കാൻ യോഗ്യരാക്കുന്ന ആത്മാവാണ്. ആ ആത്മാവിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ അങ്ങ് ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാന്നല്ല പറയേണ്ടത്. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും ഞങ്ങളിലല്ല സത്യത്തിൽ ആരാധിക്കാൻ എനിക്ക് ദൈവം പ്രാഗൽഭ്യം തന്നത് കൊണ്ടും അവിടെ എനിക്ക് ദൈവം അവിടെ ചെന്ന് നിൽക്കാനുള്ള അവസരം ദൈവം തന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്? എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ട്. വിശ്വാസത്തിൽ വന്നിട്ട് ഇത്രയും കാലമായി കഴിഞ്ഞപ്പോഴും നമുക്ക് ഈ അവസ്ഥയിൽ നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന് വെച്ചുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം നിർബന്ധമില്ല. അനേക കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് വെച്ചുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ആണെന്ന് നിർബന്ധമില്ല, അല്ലേ? റേഷൻ കാർഡിൽ പേരിട്ടെന്ന് നമുക്കറിയാം റേഷൻ കാർഡിൽ പേരുണ്ട്. പക്ഷേ അത് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ പോയി റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കണം, അപ്പോഴേ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാമെന്ന് പറയേണ്ട കാര്യമല്ല. വി ഷുഡ് എക്സ്പീരിയൻസ് ദാറ്റ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാവണം. ഞാൻ അപ്പോൾ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പിതാവ് ആയതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ചതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദാസത്വത്തിന്റെ ആത്മാവിനെ എന്നെ നീക്കിക്കളഞ്ഞുകൊണ്ടാണ് പിതാവ് എന്ന് വിളിക്കുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ റൈറ്റ് സ്റ്റാൻഡ് അത് കൃത്യമായി എനിക്ക് അവിടെ അധികാരമുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അപ്പ എന്ന് വിളിക്കുന്നത്.
അല്ലാതെ വെറുതെ അപ്പ എന്ന് വിളിക്കുന്നതല്ല. എനിക്ക് കൃത്യമായ ആ ഒരു അനുവാദവും അധികാരവും ഉണ്ട് അപ്പ എന്ന് വിളിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പിതാവേ, അല്ലാതെ വെറുതെ ഇത്രയും നാൾ യഹോവയെന്ന് വിളിച്ചു ഇന്നും എല്ലാം പിതാവേന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് കർത്താവ് ചുമ്മാ ഒരു നെയിം ഷിഫ്റ്റ് നൽകുകയല്ലായിരുന്നു. യഥാർത്ഥത്തിൽ അതിന് നമ്മളെ യോഗ്യരാക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് യോഗ്യരായ മക്കൾ ഓരോ തവണ പിതാവേ എന്ന് വിളിക്കുമ്പോഴും ഞാൻ അറിയാം, ഞാൻ ആത്മാവിലാണ് വിളിക്കുന്നത്, സത്യത്തിലാണ് ഞാൻ വിളിക്കുന്നത്. അതെങ്ങനെയാണ് എന്നെ സംഭവിച്ചിരിക്കുന്നത്? ദൈവം എന്നെ യോഗ്യനാക്കിയത് കൊണ്ടാണ്. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നതുകൊണ്ടാണ് ആത്മാവിൽ എനിക്ക് പിതാവേ എന്ന് വിളിക്കാൻ സാധിച്ചത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് കർത്താവ് പ്രാർത്ഥിച്ചത് പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ടാണ്. കർത്താവ് രണ്ടാമത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ലഭിച്ചിരിക്കുന്ന അധികാരം പൗരോഹിത്യമാണ്. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനുള്ള, മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ലഭിക്കുന്നത് പൗരോഹിത്യം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കാൻ നമുക്ക് അധികാരം ലഭിക്കുന്നത് നമുക്ക് പൗരോഹിത്യം ഉള്ളതുകൊണ്ടാണ്. പൗരോഹിത്യം ഉള്ളവർക്ക് മാത്രമേ എവിടെ കയറാൻ പറ്റുള്ളൂ? വിശുദ്ധ സ്ഥലത്തേക്കെങ്കിലും കയറി നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പൗരോഹിത്യമില്ലാത്ത ജനങ്ങളെല്ലാം പ്രാകാരങ്ങളിൽ നിൽക്കണം. പ്രാകാരങ്ങൾക്ക് അപ്പുറത്തേക്ക് കയറി വരാൻ, ദൈവസാന്നിധ്യത്തിന്റെ അടുക്കൽ പോലും വന്ന് പെടാൻ പറ്റാത്ത വിധം നമുക്ക് ഒരു ബാൻ ഉണ്ടായിരുന്നു. നമുക്ക് കർട്ടൻ വെച്ച് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, സാധാരണക്കാർക്ക് കയറാൻ പറ്റാത്ത വിധം. പക്ഷേ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി നിൽക്കുവാനായിട്ടുള്ള അനുവാദം ലഭിക്കുന്നത് പൗരോഹിത്യമുള്ളവർക്ക് മാത്രമാണ്. എന്ത് ചെയ്തു? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാപൗരോഹിത്യം, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപൗരോഹിത്യം പ്രാപിച്ച് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിച്ച ആ രാജകീയ പൗരോഹിത്യം. ആ രാജകീയ പൗരോഹിത്യം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിൽ കടന്ന് ചെന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യം. അപ്പോൾ ഞാൻ പുത്രൻ മാത്രമല്ല, ഞാനൊരു പുരോഹിതനും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം പത്രോസ് അപ്പോസ്തലനും വെളിപ്പാട് പുസ്തകത്തിലെല്ലാം എഴുതി വെച്ചിട്ടില്ലാതെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ്, ഇത് ഏതവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവിടെ അത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കില്ല അല്ലേ? ഇപ്പോൾ തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞാൽ വി രാജേഷാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ അയാൾ അവിടെ കയറി നിന്നാൽ വെറുതെ സൂട്ടും കൊട്ടുണ്ട് ഷർട്ടും പാൻറ്റും ഇട്ട് അയാൾക്ക് ചെല്ലാൻ പറ്റില്ല. അദ്ദേഹം അവിടെ കടന്ന് ചെല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങേരെ കോട്ടും സൂട്ടൊക്കെ അതിൻ്റെതായ കാരണം അധികാര ചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവിടെ കേട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അഭിഷേകമുണ്ട്, പുരോഹിതൻ എന്നുള്ള അഭിഷേകം. അതും രാജകീയ പുരോഹിതന്റെ അഭിഷേകമുണ്ട്. ആ അഭിഷേകമാണ് നമ്മളെ ദൈവസന്നിധിയിൽ കടന്നു നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, പപ്പ എന്ന് വിളിക്കുവാൻ ഉള്ള പ്രാപ്തി ഉണ്ടാക്കുന്നത് എനിക്ക് ആത്മാവിനെ, അപ്പാ പിതാവിൽ നിന്ന് പുത്രത്തിന്റെ ആത്മാവിനെ ലഭിച്ചതുകൊണ്ട് പൗരോഹിത്യത്തിന്റെ അഭിഷേകം എൻ്റെ മേൽ പകർന്നിട്ട് മഹാപുരോഹിതനായ കർത്താവിന്റെ തലയിൽ വീണ ആ അഭിഷേക തൈലം അഹരോന്റെ താടിയിലൂടെ ശരീരം മുഴുവൻ വ്യാപിച്ചതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അഭിഷേകമുണ്ട്. ആ പൗരോഹിത്യ അഭിഷേകത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത് കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും അനുഗ്രഹീതമായ കാര്യം മൂന്നാമത് യാഗമാണ്. ഓരോ ആരാധനയും ഓരോ യാഗമാണ്. സ്തോത്രമെന്ന യാഗം അർപ്പിപ്പിൻ. യാഗം സ്തോത്രം, നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ സ്തോത്രവും ഓരോ യാഗമാണ്. നമ്മൾ വെറുതെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, അതെല്ലാം സ്തോത്രമെന്ന അധരഫലമെന്ന യാഗമാണ്. അപ്പോൾ യാഗം അർപ്പിക്കണം. യാഗം അർപ്പിക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കർത്താവ് യാഗം അർപ്പിക്കുക മാത്രമല്ല, കർത്താവ് യാഗമായി തീരുകയായിരുന്നു. എഫെസ്യ ലേഖനത്തിൽ 5:1-2 വായിക്കുന്നത്, ആകയാൽ പ്രിയമക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഇവിടെ എടുത്തു പറയുന്ന കാര്യം എന്താ? കർത്താവ് എങ്ങനെയായിരുന്നു? കർത്താവ് വെറുതെ അങ്ങ് യാഗം കഴിക്കുകയല്ല, കർത്താവ് തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി മാറുകയായിരുന്നു. അതായത് കർത്താവ് ഒരു യാഗം കഴിക്കുകയല്ല ചെയ്തത്, കർത്താവ് വഴിപാടും യാഗവുമായി മാറ്റപ്പെടുകയായിരുന്നു. അപ്പോൾ നമ്മളോടും കർത്താവ് ആവശ്യപ്പെടുന്നത് എന്താ? ഇവിടെ വീണ്ടും എബ്രായ ലേഖനത്തിൽ 10:5 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാണ്, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമയാങ്ങളും പാപയാങ്ങളും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ന്യായപ്രമാണക്കാരൻ കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്ന് പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേനെ സ്ഥാപിക്കാൻ ഒന്നാമത്തെ പകരം നീക്കി കളഞ്ഞു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായിട്ട് കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ യേശുക്രിസ്തു എന്താ ചെയ്ത? തൻ്റെ ശരീരത്തെ യാഗമായി കൊടുക്കുകയായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു തന്നെത്താൻ ഒരു യാഗം കഴിക്കുക മാത്രമല്ല, താൻ തന്നെ ഒരു യാഗവും വഴിപാടുമായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് ഒന്നാമതായിട്ട് യേശുക്രിസ്തു തൻ്റെ പിതാവിനെ നമ്മളെയും നമുക്കും പുത്രത്വം പിതാവെന്ന് വിളിക്കാൻ സമ്മതിച്ചു. തൻ്റെ പൗരോഹിത്യത്താൽ എന്ത് സംഭവിച്ചു? നമ്മളോടും പറഞ്ഞു പുരോഹിതരായിട്ട് നിൽക്കുക. മൂന്നാമതായിട്ട് യേശുക്രിസ്തു തൻ്റെ ശരീരം തന്നെ യാഗമായിട്ട്
കൊടുത്തുകൊണ്ട് നമ്മളോടും പറഞ്ഞു നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. അതാണ് റോമാലേഖനത്തിൽ 12:1 പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ഇവിടെ കാര്യങ്ങളൊക്കെ ആകെ മാറിക്കൊണ്ടിരിക്കുക അല്ലേ. ആരാധിക്കാൻ വന്നു നിന്ന് കുറച്ചു നേരം കൈയടിച്ച് പാട്ട് പാടി എസ്കാറ്റിക് ആയിട്ട് ഒരു ഉന്മാദാവസ്ഥയിലൊക്കെ പോയി കഴിഞ്ഞാൽ സത്യാരാധനയാകില്ല. ആ ആരാധന നിൽക്കും, ഇവിടെയൊക്കെ കടന്നു നിൽക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ ഇതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും മനസ്സിലാക്കി അറിഞ്ഞ് ആ അധികാരത്തിൽ ആ സ്ഥാനചിഹ്നങ്ങളോടുകൂടി നിന്ന് വേണം. ഇവിടെ പറയുന്നു, നിങ്ങൾ യാഗം കഴിക്കാനല്ല നിൽക്കുന്നത്, സ്വത്രം എന്ന യാഗം കഴിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പറയാം നിങ്ങൾ യാഗമായി മാറണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശരീരങ്ങളെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയണം, വി ആർ ഓഫറിങ് അവർ സെൽഫ്. യേശുക്രിസ്തു തന്നെത്താനെ തൻ്റെ ശരീരത്തെ ഒരു വഴിപാടും യാഗവുമായിട്ട് കർത്താവ് എങ്ങനെ കൊടുത്തോ അത് തന്നെയാണ് നമുക്കുടെ ഉത്തരവാദിത്വം. നമ്മളോടും പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ശരീരം, നിങ്ങൾക്ക് വിലക്ക് വാങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ഈ ശരീരം ഇത് നിങ്ങൾക്കുള്ളതല്ല. ഇറ്റ്സ് ആൻ ഓഫറിങ്, ഇറ്റ്സ് എ ഫ്രാഗ്രന്റ് ഓപ്പണിങ്. ദൈവത്തിന് സൗരഭ്യവാസനയായ ഒരു യാഗമായിട്ട് നമ്മളുടെ ശരീരങ്ങളെ നമ്മൾ തന്നെ സമർപ്പിച്ച് കൊടുക്കണമെന്നാണ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി ഈ രൂപാന്തരമാണ് വേണ്ടത്. നാലാമതായിട്ട് യേശുക്രിസ്തു ഇപ്പം 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, നമ്മൾ പുത്രത്വത്തിലാണ് നിൽക്കുന്നത്, പൗരോഹിത്യത്തിലാണ് നിൽക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ തന്നെ യാഗമാണ്. നാലാമതായിട്ട് യാഗപീഠം. യാഗപീഠം എന്ന് പറഞ്ഞാൽ മന്ദിരമാണ്. നമ്മൾ തന്നെയാണ് യാഗപീഠവും മന്ദിരവും നമ്മൾ തന്നെയാണ്. കർത്താവ് ഇങ്ങനെയാണ്, കർത്താവ് മന്ദിരമായിരുന്നു. കർത്താവ് യോഹന്നാൻ സുവിശേഷം 2:19 പറഞ്ഞു, യേശു പറഞ്ഞു, ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കഴിഞ്ഞ് പണിയുമെന്ന് പറഞ്ഞു. യഹൂദന്മാർ പറഞ്ഞു, ഈ മന്ദിരം 46 വർഷം കൊണ്ട് പണിതു വരുന്നു, നീ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം നോക്കെ, യാഗമാകുന്ന മന്ദിരവും യാഗപീഠവും എവിടെയായിരിക്കുന്നത്? അതും യേശു തന്നെയായിരുന്നു. അപ്പോൾ നമ്മളോടും പറയുന്നതാണ്, നിങ്ങളും എന്തായി മാറണം? ദൈവത്തിന്റെ മന്ദിരമായി മാറണം. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന 3:16 പറയുന്നത്. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു വിശുദ്ധ മന്ദിരമായിട്ട് പണിയപ്പെടുന്നു, നിങ്ങൾ തന്നെ പുരോഹിതവർഗമായി പണിയപ്പെടുന്നു, നിങ്ങൾ തന്നെ യാഗവസ്തുവായിട്ട് പണിയപ്പെടുന്നു, നിങ്ങൾ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് കർത്താവ് പിതാവേ എന്ന് വിളിക്കാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ വചനത്തിന്റെ അനേക ഭാഗങ്ങളിലായിട്ട് എത്ര വലിയ ഉത്തരവാദിത്വം നമ്മളിൽ തന്നുകൊണ്ട്, എത്ര വലിയ പ്രവർത്തികൾ ദൈവം നമ്മൾ നിവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് ഒരു സാധ്യത തുറന്ന് തന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വലിപ്പച്ചെറുപ്പം ഒന്നും നോക്കാതെ പാസ്റ്റർ ഉണ്ടോന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്ന് നിൽക്കുമ്പോൾ ഈ അധികാരം ഓരോ ആളുകൾക്കുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ പുത്രത്വത്തിന്റെ ആത്മാവിലാണ് നിൽക്കുന്നത്, ഞാൻ സത്യത്തിലാണ് ആരാധിക്കുന്നത്, നിഴലിലല്ല. മാത്രമല്ല, എനിക്ക് ലഭിച്ച പൗരോഹിത്യ അഭിഷേകം വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹോളി സിസ്റ്റർ പ്രാർത്ഥിക്കും. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഏത് ആത്മാവിലാ പ്രാർത്ഥിക്കുന്നത്? ഏത് അധികാരത്തിലാ പ്രാർത്ഥിക്കുന്നത്? ഏത് അഭിഷേകത്താലാ പ്രാർത്ഥിക്കുന്നത്? ഇത് ഗ്രഹിച്ച് മനസ്സിലാക്കി നിൽക്ക്. അവിടെ പരിഹാരം ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയോ പ്രൊനൗൺസ് ചെയ്തുകൊണ്ട്, കുറെ കാര്യങ്ങൾ അട്ടർ ചെയ്തുകൊണ്ട് കർത്താവ് തീർത്ത് പറഞ്ഞു, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചുമ്മാ ബഹുഭാഷത്താൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. വെയിൻ റിപ്പീറ്റേഷൻ, ഒരു പ്രാർത്ഥന അനേക പ്രാവശ്യം വായിക്കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. പക്ഷെ നിൽക്കേണ്ട സ്ഥാനം അറിഞ്ഞ് നിൽക്കേണ്ട സ്ഥാനത്തിൽ നിന്നുകൊണ്ട്, അധികാരത്തിൽ നിന്നുകൊണ്ട്, ആത്മാവിലും സത്യത്തിലും നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. അത് ഏത് തരത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനോടൊരു പരിഹാരം ഉണ്ടാകും. പറയാൻ നമ്മൾ നിൽക്കുന്നത് ആരാ, എന്തിനാ, നീ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റണം. ഞാൻ ആരാണ്? ഞാൻ പുത്രനാണ്, ഞാൻ പുരോഹിതനാണ്, ഞാൻ യാഗമാണ്, ഞാൻ മന്ദിരമാണ്, ഞാൻ നിഴലിലല്ല, ഞാൻ ആത്മാവിലാണ്, ഞാൻ സത്യത്തിലാണ്. ഇത് പറയാനുള്ള ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. അതാണ് വിശ്വാസം. ആ വിശ്വാസത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. വചനപ്രകാരം ജീവിക്കുന്ന ആൾക്കാർക്ക് വചനപ്രകാരമുള്ള വിശ്വാസം വേണ്ടത്. അല്ലാതെ എന്തെല്ലാമോ കേട്ടറിഞ്ഞ എവിടെന്നോ പകർന്നു കിട്ടിയൊരു വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, വചനപ്രകാരം. കാരണം കർത്താവ് അങ്ങനെയായിരുന്നു, തിരുവെഴുത്ത് പ്രകാരം മരിച്ച് തിരുവെഴുത്ത് പ്രകാരം ഉയർക്കണം. എങ്ങനെയോ മരിച്ച് അങ്ങനെ ഉയർത്താൽ പോരാ, വചനപ്രകാരമുള്ള വിശ്വാസത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പോൾ ഈ അനുഭവത്തിന് ശേഷം രണ്ടാമത്തെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ കാര്യമാണ്, നിന്റെ നാമം
പൂജിതമാണ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഹാളോവഡ് യുവർ നെയിം. ഇതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഒരു കാര്യം ഓർക്കണ്ടോ, നമ്മൾ നിന്റെ കാര്യം വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടില്ലേ? അല്ലേ? അങ്ങനെയാണോ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്? ദൈവത്തെ, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നു നമ്മൾ പറയുമ്പോൾ, ഇസ്രായേലിൻ്റെ സ്തുതി എങ്ങാനും ഇല്ലാതെ കഴിഞ്ഞാൽ ആ സ്തുതികളിൽ വസിക്കുന്ന ദൈവം താഴ്ചാടി പോകുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന ദൈവം, അതായത് സ്തുതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം എന്നാണ്, അല്ലാതെ ദൈവത്തെ താങ്ങി നിൽക്കുന്ന സ്തുതിയല്ലല്ലോ അത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൊണ്ടല്ല ദൈവത്തിന് വിശുദ്ധി ഉണ്ടാകുന്നതും ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാകുന്നതും. ദൈവത്തിൻ്റെ നാമം വിശുദ്ധമായതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. അതിൻ്റെ വിശുദ്ധി കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആ വിശുദ്ധി അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നമുക്കവിടെ കാണാവുന്ന കാഴ്ച ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യെശയ്യാ കാണുന്ന 6:3 കാണുന്നത്, ഒരുത്തനോട് ഒരുവൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വ ഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൂതന്മാർ അവിടെ നിന്നുകൊണ്ട് ആർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധൻ 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 എന്ന് ആർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകം 4:8 മുതൽ വായിക്കുമ്പോൾ, 4 ജീവികളും ഓരോന്നിനും 6 ചിറകുകളായി ചുറ്റിലും മകത്തും കണ്ണ് നിറഞ്ഞിരിക്കുക, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ദൂതസംഘം മുഴുവൻ നിന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ട്, സിംഹാസനത്തിരിക്കുന്ന മൂപ്പന്മാരും ആർത്തുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരിക്കുന്ന ആ ദൈവസന്നിധിയിൽ നമ്മൾ എവിടെയോ ഒരു മൂലയ്ക്ക് നിന്നിട്ട് നിന്റെ നാമം വിശുദ്ധമാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് ആ നാമം പരിശുദ്ധമാകുന്നത്? ഒന്നാമത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിച്ചു, എൻ്റെ നാമം നിങ്ങൾ വൃഥ എടുക്കരുത്. വെറുതെ എടുക്കേണ്ട ഒരു നാമമല്ല അത് എടുക്കേണ്ടത്. അപ്പോൾ ഈ നാമത്തിൻ്റെ പ്രത്യേകത, നമുക്ക് മനുഷ്യർക്കൊരു പ്രത്യേകത ഉണ്ട്. മനുഷ്യർക്ക് എപ്പോഴും അവരവരുടെ പേരിനൊരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 14 ബാബേൽ പണിയുമ്പോൾ പറയുന്നത്, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. അവിടെ നോക്ക്, അവിടെ മനുഷ്യന്റെ ചിന്ത എപ്പോഴും നമുക്കൊരു പേരുണ്ടാക്കാന്നുള്ളതാണ്. അത് എവിടെ ചെറിയുന്ന സാധാരണക്കാരാണെങ്കിലും പോലും, ഏത് ഘട്ടത്തിലിരിക്കുന്ന ആൾക്കാരും, പുൽപ്പറ്റിൽ നിൽക്കുന്ന പാസ്റ്റർ ആണെങ്കിലും എല്ലാവർക്കും ഉള്ളിൻ്റെ ആഗ്രഹമുണ്ട് നമുക്കും കൂടെ ഒരു പേര് ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ മനുഷ്യരുടെ ആഗ്രഹം എപ്പോഴും അവരവർക്കൊരു പേരുണ്ടാക്കണം. പക്ഷേ ദൈവം പറയാണ്, നിന്റെ അവിടുത്തെ നാമം പരിശുദ്ധമായിരിക്കണം. അതായിരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. എപ്പോഴും ദൈവനാമം മഹത്വപ്പെടണം എന്നുള്ള ആ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരിക്കണം ഒരു പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവനാമം പരിശുദ്ധമാകപ്പെടണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വെറുതെ പരിശുദ്ധൻ എന്ന് പറയുകയല്ല, നമുക്ക് വേണ്ടത് എന്താ? ഇത്രയും ദൂതന്മാർ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുന്ന ദൂതന്മാർ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദൈവനാമം പരിശുദ്ധമാക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ മൂലം, അതായത് ആ പ്രാർത്ഥന ഒന്ന് പാരഫ്രൈസ് ചെയ്തെങ്ങനെ, കർത്താവേ ഞാൻ മൂലം നിന്റെ നാമത്തിന് ഒരു ദോഷം സംഭവിക്കരുതേ. ഞാൻ മൂലം, ഞാൻ നിന്റെ മകനാണെന്ന് പറയുകയും ഞാൻ മൂലം നിന്റെ നാമത്തിന് ഒരു കേടും വരരുതേ. ഞാൻ നിന്റെ മകനാണെന്ന്, ഞാൻ നിന്റെ പുരോഹിതനാണെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ വസ്ത്രത്തിൽ ഒരു ചെറിയ മുഷിവ് സംഭവിക്കരുതേ കർത്താവേ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിങ്ങൾക്ക് സന്ദേശമുണ്ടെന്നാണ് പുരോഹിതന്മാരെ നോക്കി പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? യോശുവ മഹാപുരോഹിതനായ യേശുവിന്റെ ഉടുപ്പിലെ ഒരു ചെറിയ മുഷിവ് കണ്ടപ്പോഴേക്ക് സാത്താൻ പറഞ്ഞു, ഇത് മുഷിഞ്ഞവൻ, അവനെ പൗരോഹിത്യത്തിലേക്ക് കയറ്റി നിർത്താൻ കൊള്ളില്ല എന്ന് സാത്താൻ രാപ്പകൽ നമുക്ക് വേണ്ടി കുറ്റം വയ്ക്കുന്ന സാത്താൻ്റെ മുമ്പിൽ ഞാൻ പിതാവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രാർത്ഥന നിന്റെ നാമം വിശുദ്ധമാകണമേ എന്ന് പറയുമ്പോൾ, കർത്താവേ ഞങ്ങൾ നിമിത്തം നിന്റെ നാമത്തിനൊരു കേടുപോലും സംഭവിക്കരുതേ. ഞാൻ നിന്റെ പുത്രനായതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയോ പെരുമാറ്റവും മൂലം കർത്താവേ നിന്റെ നാമം ദുഷിക്കപ്പെടരുതേ. ഇതാണ് ആ പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു അനുഭവം, ഈ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കയറി നിൽക്കാൻ പറ്റുമോ? ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മോശയ്ക്ക് ഉണ്ടായ അനുഭവമാണ്. 32:49 വായിക്കുമ്പോൾ, നീ എരീഹോവിനെതിരെ മോവാബ് ദേശത്തുള്ളയും അരാബ പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുത്ത കാനാൻ ദേശത്ത് നോക്കിക്കാണുക. നിന്റെ സഹോദരനായ അഹറോൻ
ഹോർ പർവ്വതത്തിൽ മരിച്ച് തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നെ ശുദ്ധീകരിക്കായിക കൊണ്ടുമത്രേ. അവിടം വരെ കൊണ്ടുവന്ന മോശയ്ക്ക് ആ വാഗ്ദത്ത ദേശത്തേക്ക് കടക്കാനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടത് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ദൈവനാമത്തെ ശുദ്ധീകരിക്കായിക കൊണ്ട് ആ വലിയ അനുഭവം നഷ്ടപ്പെട്ടു. എത്ര വലിയ ഒരു ശിക്ഷയാണ് അവിടെ ലഭിച്ചത് എന്ന് ഒന്ന് ആലോചിച്ചു. അവിടെ എന്തായിരുന്നു പ്രശ്നം? അവിടെ അടിച്ചു, വെള്ളം വന്നു. പക്ഷെ നീ നിന്നെ തന്നെയാണ് അവിടെ ശുദ്ധീകരിച്ചത്, നീ നിന്നെ തന്നെയാണ് അവിടെ മഹത്വപ്പെടുത്തിയത്. നീ എന്നെയായിരുന്നു മഹത്വപ്പെടുത്തേണ്ടത്. എന്നെ മഹത്വപ്പെടുത്താൻ നിർത്തി അവിടെ നിനക്കെന്താണ് ദേഷ്യപ്പെടാൻ അവകാശം? നിനക്കെന്താണ് അവിടെ അടിക്കാൻ അവകാശം? നിനക്ക് വെള്ളം തരാൻ പറ്റുമോ? നിനക്ക് വെള്ളം പുറപ്പെടുവിക്കാൻ പറ്റുമോ? ഒരു തുള്ളി വെള്ളം ചാടിക്കാൻ നിനക്ക് കഴിയുമോ? ഇതൊന്നും കഴിയാത്ത നീ അവിടെ നിന്നെ മഹത്വീകരിച്ചു. നീ ദേഷ്യപ്പെട്ടു, നീ അടിച്ചു, നീ വെള്ളം വന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാൻ പോലും മനസ്സ് പോയില്ല. എന്ത് സംഭവിച്ചു? എന്താ കാര്യം? എന്തായിരുന്നു പ്രശ്നം? മോശയ്ക്ക് എന്താ സംഭവിച്ച? പാരമ്പര്യമായിരുന്നു പ്രശ്നം. കാരണം ഇതിനു മുമ്പ് എങ്ങനെ വെള്ളം വന്നേ? അടിച്ചപ്പോ പാരമ്പര്യം. രണ്ടാമത് ദൈവം പറഞ്ഞപ്പോ അത് കേൾക്കാൻ പോലും തരുന്നു. പഴയ അനുഭവം കിടക്കുക. അടിച്ചു, എന്റെ നാമത്തെ നീ വിശുദ്ധീകരിച്ചില്ല. അപ്പോൾ ദൈവമക്കളെ, പ്രാർത്ഥനയിൽ നിന്റെ നാമം വിശുദ്ധമാകണമേ നമ്മൾ പറയണ്ട. അത് വിശുദ്ധമാണ്, അത് വിശുദ്ധമാണ്. അത് അശുദ്ധമാക്കാതിരുന്നാൽ മതി. ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് സംഭവിക്കും. ഇല്ലേ? യോനയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും അലമുറയിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോന താഴ്ത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ യോനയെ വിളിച്ചിട്ട്, നീ ഏത് നാട്ടുകാരനാ? നിന്റെ ദൈവം ഏതാന്ന്? ഞാൻ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ഭജിച്ചു പോരുന്നവനാ. പോരെ? എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? താഴെ പോയി കിടന്ന്, പറഞ്ഞു കേൾക്കാതെ വേറെ സ്ഥലത്തേക്കും പോയി താഴെ പോയി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകാശവും ഭൂമിയും കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചു പോരുന്നവൻ എന്താ ചെയ്യുന്നത്? താഴെ കിടന്നുറങ്ങുന്നു. അവിടെ ദൈവനാമം മഹത്വപ്പെടുമോ? ദൈവനാമം ദുഷിക്കുകയോ? അപ്പോൾ ഇതാണ് കാര്യം. അവിടെ കപ്പലിലുള്ളവർ, നീ ഞങ്ങളോട് ഇത് ചെയ്തത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദൈവനാമം ദുഷിക്കരുത്, ദൈവനാമം മഹത്വപ്പെടരുത്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ സമ്മതിക്കുന്നത്, കർത്താവെ, ഞങ്ങളുടെ ഭൂമിയിൽ നിന്റെ മക്കളായി ജീവിക്കുന്ന ജീവിതകാലത്ത് ഞങ്ങളുടെ പ്രവൃത്തിയോ പെരുമാറ്റമോ വാക്കുകൾ കൊണ്ടോ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ജീവിത രീതികൾ കൊണ്ടോ ഒരു ഘട്ടത്തിലും കർത്താവെ നിന്റെ നാമം ഞാൻ മൂലം ഒരിക്കലും ഒരു കേടുവരരുതേ, അതിന് ദുഷിപ്പ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. 2 ശമൂവേൽ 12:14 വായിക്കുന്നു, എങ്കിലും നീ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾക്ക് ദൂഷണം പറയാൻ ഹേതു ഉണ്ടായതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞു മരിച്ചു പോകുമെന്ന് നാഥാൻ പറഞ്ഞു. തൻ്റെ ദാവീദിന് കൊടുത്ത ശിക്ഷയാണ്. അവിടെ പറഞ്ഞു, നീ ചെയ്ത തെറ്റിനു കൊണ്ട് സംഭവിച്ചത് നിനക്ക് മാത്രമല്ല, നിന്നെ മരുഭൂമിയിൽ നിന്ന് ആടുകളെ നോക്കിക്കൊണ്ടിരുന്നോടത്ത് നിന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന് സിംഹാസനത്തിരുത്തിയ നിന്റെ യഹോവയുടെ നാമത്തെ യഹോവയുടെ ശത്രുക്കൾക്ക് കുറ്റം പറയുവാനായിട്ട് നീ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് നിനക്കൊരു ശിക്ഷയുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ദൈവനാമത്തെ വിശുദ്ധീകരിക്കണമേ എന്നൊരൊറ്റ പ്രാർത്ഥന പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമത്തിന് ഞാൻ പ്രാർത്ഥിച്ച് മഹത്വം കൂട്ടാനല്ല, ഞാൻ ജീവിച്ച് മഹത്വം കൂട്ടാനാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന, ദൈവമഹത്വം കൂട്ടേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചല്ല, ഞാൻ ജീവിച്ചാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ ഈ ഭൂമിയിൽ ചെയ്തു, ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ഉണ്ടാകുന്ന കാര്യം. അതായത് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം അതാണ്. 1 പത്രോസ് 1:14 മുതൽ, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങൾ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. അതാണ് നമ്മളോട് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കല്ലേ. നിങ്ങൾ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുവിൻ. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധരായ ദൈവത്തിൻ്റെ വിശുദ്ധനായ പുത്രൻ, പുത്രി, അതാണ് നമ്മുടെ സ്ഥാനം. അതാണ് ആ നാമത്തിൻ്റെ മഹത്വം. മുഖപക്ഷം കൂടാതെ ഒരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. ശ്രദ്ധിച്ച് നടക്കണം. ഓരോ സെക്കൻഡിലും പറയണം,
കർത്താവേ, ഞാൻ വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധനായ പുത്രനാണ്. എൻ്റെ ഒരു തെറ്റ്, എൻ്റെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കേട്, എൻ്റെ സാക്ഷ്യത്തിനുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ എനിക്ക് മാത്രമല്ല, അതുകൊണ്ടുള്ള പ്രശ്നം എന്ത് സംഭവിക്കുന്നു? എന്നെ വിളിച്ച വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിക്കും അത് പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ നാമം പരിശുദ്ധമാകണമെന്ന് പ്രാർത്ഥിച്ചു പോയാൽ മതിയോ? അത് പരിശുദ്ധമാകുന്നത് എങ്ങനെയാണ്? എന്നെ കൊണ്ടാണ് പരിശുദ്ധമാകുന്നത്. അത് തന്നെയാണ് കർത്താവ് യോഹന്നാന്റെ 17:4 പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ ജീവിതകാലത്ത് ഭൂമിയിൽ നിന്നെ 17:4 നിന്നെ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രകൃതി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാവുന്ന മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ നീ എൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. കണ്ടോ, കർത്താവ് എന്താ ചെയ്തത്? തൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ആ നാമത്തിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നാമത്തിൽ നിൽക്കുന്ന വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന എത്തിച്ച് കണ്ണടച്ച ഒരൊറ്റ പ്രാർത്ഥന, സ്നായകരുടെ പിതാവിൻ്റെ നാമത്താണ്, വിട്ടുപോയ തീർന്നു, പിന്നെ ഒന്നേന്ന് തുടങ്ങണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനല്ല. ദൈവമേ, നിന്റെ നാമം വിശുദ്ധമാകണമെങ്കിൽ ഈ ലോകത്തിൽ എൻ്റെ സാക്ഷ്യമാണ് നിന്റെ നാമത്തെ വിശുദ്ധമാക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ സാക്ഷ്യത്തിൽ സംഭവിക്കുന്ന ഓരോ കേടും, മറ്റുള്ളവർ എന്നിൽ കാണുന്ന ഓരോ കുറവുകളും, കർത്താവേ, നിന്റെ നാമത്തിനാണ് പ്രശ്നം, നിന്റെ നാമത്തിനാണ് അതിൻ്റെ അകത്ത് കേട്. അപ്പോൾ അതുകൊണ്ട് ദൈവമേ, ഞാൻ മൂലം ഒരിക്കൽ പോലും കർത്താവേ നിന്റെ നാമത്തിന് ഒരു കേട് പോലും സംഭവിക്കരുത്. 1 കൊരിന്ത്യർ ലേഖനം 10:31 വായിക്കുന്നു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. എന്ത് ചെയ്യുമ്പോഴും, നമ്മൾ ഭൂമിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും, അത് തിന്നുന്ന കാര്യമാണെങ്കിലും കുടിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? എല്ലാം ദൈവത്വത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. അപ്പോൾ ദൈവത്വത്തിൻ്റെ മഹത്വത്തിനല്ലാത്ത ദൈവമഹത്വത്തിന് എതിരായി നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തികൾ പോലും ചെയ്യുവാനായിട്ട് നമുക്ക് അധികാരമില്ല, അവകാശമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുകയും ദൈവത്തിൻ്റെ പുരോഹിതനെന്ന് ഞാൻ തന്നെ അവകാശപ്പെടുകയും ചെയ്തിട്ട് എനിക്കൊരിക്കൽ പോലും ദൈവനാമ മഹത്വത്തിന് കേടുവരുന്ന, കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അവകാശമില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ദൈവനാമം മഹത്വപ്പെടുന്നത്, ഞാൻ ജീവിച്ചാണ്. അതൊരിക്കലും മറക്കരുത്. ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എടുത്ത് മനസ്സിലാക്കുന്നത്, എൻ്റെ ഓരോ പ്രവൃത്തികളും ഞാൻ എപ്പോഴും സർവൈലൻസിലാണ്. ഒരു 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 CC ക്യാമറ പോലെയാണ് നമ്മളെ മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ നടക്കാം, അവർക്കത് ചെയ്യാം, അവരെന്തെങ്കിലും ചെയ്യാം, അവരത് ചെയ്യും. എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്ത് ആരെങ്കിലൊക്കെ നടന്നാൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇവൻ ഒരു യാക്കോബായ സഭയിൽപ്പെട്ട ഒരാളോ കത്തോലിക്ക സഭയിൽപ്പെട്ട ക്രിസ്ത്യാനികളായ ആളുകൾ പോലും ഇടദിവസങ്ങളിൽ ഒരു അല്പം മദ്യപിച്ച് ഇറങ്ങി വന്നാൽ ആരും ഒന്നും പറയില്ല. പക്ഷെ നിങ്ങളൊന്ന് നടന്നു നോക്കിയേ, നിങ്ങളൊന്ന് നടന്നാൽ എന്താ വ്യത്യാസം? നിങ്ങളും അവരെ പോലെ തന്നെയല്ലേ ക്രിസ്ത്യാനികളൊക്കെ? നടന്നു നോക്കാം, അപ്പം അറിയാം എന്താ പ്രശ്നമെന്ന്. ആളുകൾ എങ്ങനെയാണ് നമ്മളെ വാച്ച് ചെയ്യുന്നത്, ആളുകൾ എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വലിയ കാര്യങ്ങളാണ് അവകാശപ്പെടുന്നത്, വലിയ കാര്യങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവകാശപ്പെടുകയാണ്. അത് അവകാശപ്പെട്ട് വിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായി നടക്കുമ്പോൾ അശുദ്ധിയിൽ നടന്നാൽ ഈ ജനങ്ങൾ മുഴുവൻ കാണും, അതൊരു സാക്ഷ്യമാണ്. അതുകൊണ്ട് ദൈവമഹത്വത്തിനാണ് കോട്ടം, നമുക്കല്ല. അപ്പം ദൈവനാമത്തെ അശുദ്ധമാക്കുന്നത് ഒന്നും സംഭവിക്കരുത്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മത്തായി സുവിശേഷം 13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ ആയപ്പോൾ അതുകൊണ്ട് എന്തോന്നും വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നില്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ടാണ് നമ്മുടെ പ്രകാശം കത്തിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പായി മാറുക. ഭൂമിയുടെ ഉപ്പാകുക, ഈ സമൂഹത്തിൽ അലിഞ്ഞു ചേരുവാനായിട്ടാണ് നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ സ്വാദ് ആ സമൂഹത്തിലേക്ക് പരത്തുകയും വേണം. അലിഞ്ഞു ചേർന്നാൽ മാത്രം പോരാ, എന്ത് വേണം? സമൂഹത്തിലേക്ക്
നമ്മുടെ സ്വാദ് പടർത്തുകയും വേണം. അപ്പോൾ ഉപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഉപ്പില്ലാണ്ട് ഒരു കറി ഉണ്ടോ? ഓലനുണ്ടോ ഒരു ചെറിയ കറി, ബാക്കി എല്ലാ കറിക്കും ഉപ്പിടണം. പക്ഷെ ഉപ്പിൻ്റെ കറി ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉപ്പ് കറി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉപ്പിൻ്റെ ഒരു തോരൻ വെച്ച് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഉപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന, തന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമല്ല. ഉപ്പില്ല, അലിഞ്ഞു പോകും. പക്ഷെ അതിന് പകരം ആ മുഴുവൻ പിണ്ടത്തിലും ആ കറി എന്താണോ, ആ സംഭവമാണ്, അതിൽ മുഴുവൻ അതിൻ്റെ സ്വാദ് പടർന്ന് പിടിക്കും, അതിനെ സ്വാദുള്ളതാക്കും. ഈ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന് നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാതെ, ഒരു ഘട്ടത്തിലും നമ്മുടെ നാമമോ നമ്മുടെ മുഖമോ പ്രൊജക്റ്റ് ചെയ്ത് എന്നെ പ്രൊജക്റ്റ് ചെയ്യാതെ, എന്നെ വലുതാക്കി കാണിക്കാതെ എന്ത് ചെയ്യും? ഞാൻ ആ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന് അറിയാത്ത ആ സ്വാദിനെ സമൂഹത്തിലേക്ക് പരത്തി കൊടുക്കാനായിട്ട്, അതായത് അത് അനുഭവേദ്യമായ രുചിയേറിയ ആ സ്വാദ്, അതാണ് കാരമുള്ള ഉപ്പായിരിക്കണം. വെറുതെ കാണാൻ ഭംഗിയുള്ള ഉപ്പായാൽ പോരാ. കാണാൻ ഭംഗിയുള്ള നല്ല ഉപ്പായിട്ട് കാര്യമുള്ള, ഉപ്പ് രസമുള്ള, സോൾട്ടിനെസ് ഉള്ള, ആ ഉപ്പ് രസമുള്ള ഉപ്പായി ജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ അലിഞ്ഞുകൊണ്ട്, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയും അലിഞ്ഞുകൊണ്ടുണ്ട്. അതിൽ നിങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാകട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാകട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസാകട്ടെ, നിങ്ങൾ ഇടപെടുന്ന ഒരു മനുഷ്യരാകട്ടെ, നിങ്ങൾക്ക് മീൻ കൊണ്ടുതരുന്ന ആളോ, നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരുന്ന ആളോ, നിങ്ങളുടെ വീട്ടിൽ മീറ്റർ നോക്കാമെന്നൊരു മീറ്റർ റീഡർ ആരുമായിക്കൊള്ളട്ടെ, അവരിലേക്ക് നമ്മുടെ സ്വാദ് പടർത്തുവാനായിട്ട്, നമ്മുടെ ആ ടേസ്റ്റ് ഒന്ന് പടർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളൂല. പുറത്ത് കളഞ്ഞ് ചവിട്ടുവാനല്ലാതെ നമ്മൾ ഒന്നിനും കൊള്ളും. അപ്പൊ വിശ്വാസിയുടെ ജീവിതത്തിൽ അതാണ് കാര്യം. നമ്മൾ ഈ ജീവിതത്തിലായിരിക്കുന്നത് നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ സ്വാദ്, അതായത് ക്രിസ്തുവിൻ്റെ ആ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ ആ സൗരഭ്യം, ആ പകർന്ന തൈലം പോലെയുള്ള ആ സൗരഭ്യം ഒന്നും മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ, ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് അറിയാത്തവണ്ണം ഞാൻ എപ്പോഴും ഇത് പറയും, സ്ഥലങ്ങളുടെ, ഉത്തമഗീതങ്ങളുടെ വാക്ക, സ്ഥലങ്ങളുടെ ഇടയിലുള്ള മൂറിൻകെട്ട് പോലെയാണെന്നാണ് പറഞ്ഞത് യേശുക്രിസ്തു. സ്ഥലങ്ങളുടെ ഇടയിൽ മൂറിൻകെട്ട് എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ പെർഫ്യൂം സിസ്റ്റം ഒക്കെ വളരെ കോസ്റ്റ്ലി ആക്കിയ സമയത്ത് ഈ മൂറെന്ന് പറഞ്ഞ സാധനം ചതച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമുണ്ട്. ചതച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു മണം മൂറിന്. അപ്പോൾ ഈ മൂർ എന്ത് ചെയ്യുന്നു? ഇസ്രായേലിലെ പെൺകുട്ടികൾ ഈ മൂറ് ചതയ്ക്കും നന്നായിട്ട്. ഈ ചതച്ചിട്ട് അവരിങ്ങനെ അവരുടെ ബ്ലൗസിന്റെ അകത്ത് ഈ ചതച്ച മൂറങ്ങനെ വെക്കും. അപ്പോൾ അവർ നടന്നു പോകുമ്പോൾ നല്ല ഒരു മാധുര്യമുള്ള ആ സൗരഭ്യം അവിടെയെങ്ങും, പകർന്ന തൈലമുള്ള സൗരഭ്യം അവിടെ വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സൗരഭ്യം എല്ലായിടത്തും, പക്ഷേ ഇവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് ആർക്കും കാണാൻ പറ്റില്ല. കാരണം അകത്ത് ഇരിക്കുന്ന ചതഞ്ഞ മൂറിൻകെട്ടാണ് ആ സൗരഭ്യം കൊടുക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ, ഒരു വിശ്വാസി നടന്നു പോകുന്ന ഘട്ടത്തിൽ, ഒരു പിതാവിൻ്റെ പുത്രൻ നടന്നു പോകുന്ന ആ ഘട്ടത്തിൽ മറ്റുള്ളവർക്കെല്ലാം പകർന്നു ലഭിക്കേണ്ട ആ സൗരഭ്യവാസനയുണ്ട്. അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചതഞ്ഞ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ആ സൗരഭ്യമാണ്, ആ മൂറിൻകെട്ടിന്റെ സൗരഭ്യമാണ്. ആ സൗരഭ്യം നമ്മളിൽ നിന്നല്ല വരുന്നത്, നമ്മുടെ ഉള്ളിലായിട്ട് ചതച്ച കാൽവറി ക്രൂശിൽ ചതച്ച യേശുക്രിസ്തു പടർത്തുന്ന ആ പകർന്ന തൈലം പോലെയുള്ള ആ സൗരഭ്യമാണ്. അപ്പോൾ ആ സൗരഭ്യം മറ്റുള്ളവർക്ക് ലഭിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഉപ്പിന്റെ രുചി പകർത്തുന്ന പോലെ, ഒരു മൂറിന്റെ സൗരഭ്യം മറ്റുള്ള പകർത്തുമ്പോൾ, ഒരു ക്രിസ്ത്യാനി നടന്നു പോകുമ്പോൾ ആ സൗരഭ്യം ഇവിടെ വീശണം. അല്ലെങ്കിൽ നമ്മളെ പുറത്ത് കളച്ച് ചവിട്ടുവാനേ കൊള്ളുകയുള്ളൂ, വേറെ ഒന്നിനും കൊള്ളില്ല. അടുത്തത് പറയുന്നത് ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചം എന്താ? ഇരുട്ടിനെ മാറ്റുവാനാണ്. അതെന്താണെന്ന്, അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൽ വെളിച്ചമാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിൽ വെളിച്ചമാണ്. ആ ക്രിസ്തുവിലെ വെളിച്ചമാണ് അല്ലേ? അപ്പോൾ ആ വെളിച്ചം എന്തിനായിട്ടുള്ള? ഒരാൾക്ക് വെളിച്ചം ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇരുളാണ് സ്ഥായിയായ ഭാവം. ഈ ലോകത്ത്, ഈ സൃഷ്ടിയിൽ ഇരുള് സ്ഥായിയായ ഭാവവും വെളിച്ചം ഇരുളിലേക്ക് വരികയും ആ ഇരുളിനെ നീക്കി മാറ്റിക്കളയും, വകഞ്ഞു മാറ്റിക്കളയും. കാരണം വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയില്ല. ദൈവമക്കളെ, വെളിച്ചമായി നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നടക്കേണ്ടതുമാതിരി സാക്ഷ്യമുള്ളൊരു ജീവിതത്തിൽ, ക്രിസ്ത്യത്തിന്റെ സ്വാദോടുകൂടി സമൂഹത്തിൽ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് അവരുടെ ഇരുളെല്ലാം നീങ്ങി മാറിപ്പോകും. ഇപ്പോഴുള്ള അനേക ഇരുളുകൾ മാറിപ്പോകുകയും അവിടെ എന്ത് സംഭവിക്കും? യഥാർത്ഥത്തിൽ വെളിച്ചം കാണുകയും ചെയ്യും. സോളി സിസ്റ്ററെ, ആ സഹോദരി വെളിച്ചം കാണെങ്കിൽ, ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓരോ ആരാധനാലയങ്ങളിൽ ചെന്ന് ഓരോ പൂജകൾ കഴിക്കുന്നതെല്ലാം അവർ ഇരുളിലാണ്. നമ്മുടെ പ്രകാശം അങ്ങ് നിവർത്തിച്ച് കഴിയുമ്പോൾ, നമ്മുടെ പ്രകാശം, ക്രിസ്തുവിന്റെ പ്രകാശം നമുക്ക്
അവിടെ കാണിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരുള് നീങ്ങി മാറിപ്പോവും. ആ ഇരുള് നീങ്ങി മാറിപ്പോയി യഥാർത്ഥ ഇരുള് നീങ്ങി യഥാർത്ഥ പ്രകാശം അവിടെ വ്യാപരിച്ച് കഴിയുമ്പോൾ അവരെല്ലാം സത്യത്തെ കാണാൻ തുടങ്ങും. ഇപ്പോൾ ഇന്ന് വരെ അവർ കണ്ടുകൊണ്ടിരുന്ന ആ വികൃതമായ നിഴലുകളിൽ നിന്ന് സത്യത്തിലേക്ക് അവരുടെ കാഴ്ച കടന്നു വരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കിയിരിക്കുന്നവരുടെ കണ്ണുകളെ തുറക്കണം. അത് മാത്രമല്ല, അവിടെ ഒരു പ്രകാശവും സംഭവിക്കണം. ആ പ്രകാശം നമ്മളാണ്. ആ പ്രകാശമായിട്ട് ഞാൻ ഈ സമൂഹത്തിന്റെ മധ്യേ നടക്കുമ്പോൾ അനേക ആളുകളുടെ മുൻപിൽ കണ്ണിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ചെതമ്പലുകൾ മാറിപ്പോവുകയും അവരെല്ലാം ആ പ്രകാശത്തിൽ എന്ത് കാണും? ജീവന്റെ ഉറവിനെയും പ്രകാശത്തെയും കാണും. അപ്പോൾ അങ്ങനെ ആ പ്രകാശത്തെ കാണുവാൻ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഉപ്പാകുന്നു, വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഈ സമൂഹത്തിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്നത് ഈ സമൂഹത്തിലേക്ക് കർത്താവിൻ്റെ സ്വാദ് പണർത്തുവാനും ഈ സമൂഹത്തിലുള്ള ഇരുളു നീങ്ങി മാറിപ്പോയി അവർ സത്യത്തെ കണ്ടെത്തുവാനും അവർ സത്യത്തെ പിടിച്ചടക്കുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ഈ നിഴലിൽ നിൽക്കുന്ന ആളുകളെ, ഇരുളിൽ നിൽക്കുന്ന ആൾക്കാരെ സത്യത്തിലേക്ക് കാഴ്ച കാണിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചമായിട്ട് കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും. ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ് വെളിച്ചമായി മാറുവാൻ. അവൻ ഈ വെളിച്ചം കാണണം. അത് വെളിച്ചമാകണമെങ്കിൽ എന്ത് പറ്റണം? ഉറങ്ങിയിരുന്നാൽ പറ്റുമോ? ഉറങ്ങുന്നവരെ, നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകാശിക്കും. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കും. ഈ ഉറക്കമൊന്ന് വിട്ട്, ഈ ഉറക്കം വിട്ടെന്നാണ് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുകയും ക്രിസ്തു എന്നിൽ പ്രകാശിക്കുമ്പോൾ ആ ക്രിസ്തുവാകുന്ന പ്രകാശം എൻ്റെ ഉള്ളിൽ പ്രകാശിച്ച് ഞാൻ ഈ ജനങ്ങളുടെ മധ്യ ഇരുളിൽ നടക്കുന്ന ജനങ്ങളിൽ, അതാണ് പറഞ്ഞ കർത്താവ് പറയുന്നത്, അന്ധകാരത്തിൽ ഇരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടുവെന്ന് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ അതേ ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിൽ ഒരു വിശ്വാസിയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അന്ധകാരത്തിൽ ഇരിക്കുന്ന ഈ ജനങ്ങൾ വലിയൊരു പ്രകാശം ഇപ്പോൾ കാണണമെങ്കിൽ അത് എന്നിലൂടെ അല്ലാതെ ഒരു തരത്തിലും കാണുകയില്ല. വചനം വെളിച്ചമാണ്. അത് ആർക്കാ? വിശ്വാസിക്കാണ്. വചനം വെളിച്ചമാകുന്നത് വിശ്വാസിക്കാണ്. അവിശ്വാസികൾക്ക് വെളിച്ചം വിശ്വാസികളാണ്. അതൊന്ന് മനസ്സിലാക്ക്. വചന വെളിച്ചം ലഭിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. വചന വെളിച്ചം ലഭിച്ച വിശ്വാസിയാണ് മറ്റുള്ളവരെ വിളിച്ചത്. ഈ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളൊരു ട്രാക്ട് കൊടുത്തോണ്ട് നമ്മൾ തോന്നിയോണം നടന്നാൽ അവർക്കത് കിട്ടില്ല. അവരുടെ വെളിച്ചം നമ്മളാ. അവർ നമ്മുടെ വെളിച്ചമായി, നമ്മൾ അവരുടെ വെളിച്ചമായി, അവരുടെ ജീവിതത്തിൽ സ്വാദ് പടർത്തുന്ന ഉപ്പായി. അതുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകളെല്ലാം കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതുമായിട്ട്, ഉപ്പിനാൽ രുചി വരുത്ത വാക്കുകളായി സമൂഹത്തിൽ ഇറങ്ങി വരും. അങ്ങനെ സംഭവിക്കുന്ന ഒരു വിശ്വാസിയിലാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞിരുന്നത്, അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. അപ്പോൾ നമുക്ക് ചുമ്മാ പറഞ്ഞാൽ മതിയോ? വെറുതെ പറഞ്ഞാൽ മതിയോ? ദൈവമേ നിന്റെ നാമം പരിശുദ്ധമാണമേ, നിന്റെ നാമം വിശുദ്ധമാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. ആ നാമം വിശുദ്ധമാക്കേണ്ടത് നമ്മളാണ്. ഈ ഭൂമിയിൽ, അവിടെ സ്വർഗത്തിലെ വിശുദ്ധിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവിടെ പരിശുദ്ധരെന്ന് വിളിച്ചു കൂടുന്ന അനേകാനേക ദൂതന്മാരുടെ മധ്യത്തിൽ വിശുദ്ധനായ ദൈവം ഇരിക്കുകയാണ്. പക്ഷെ ഈ ഭൂമിയിൽ ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അത് മഹത്വപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ദൈവമക്കളായിട്ട് ജീവിക്കുക, ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുക, ദൈവത്തിന്റെ സ്വാദ് മറ്റുള്ളവരിലേക്ക് പകർത്തുക, ദൈവത്തിന്റെ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകർത്തുക, ദൈവത്തിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതിന് നമ്മൾ നിന്നേ പറ്റൂ. നമ്മൾ സമൂഹത്തിൽ നിലകൊണ്ടേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് മറഞ്ഞിരിക്കാൻ പാടില്ല. ഇത് കത്തിച്ച് നിങ്ങൾ ചർച്ചിൽ കൊണ്ടുവയ്ക്കാനുള്ളതല്ല. നിങ്ങളൊരു വിശുദ്ധ ജീവിതം ജീവിക്കുകയും നിങ്ങൾ വിശുദ്ധരായിട്ട് ജീവിക്കുകയും അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങുകയും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് മാത്രം ഒതുങ്ങുകയും നിങ്ങളുടെ സഭയിൽ ഒതുങ്ങുകയും നിങ്ങൾ വളരെ സ്വസ്ഥമായി, നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തുണ്ടാവില്ല, നിങ്ങൾ നല്ല ജീവിതമായിരിക്കും ജീവിക്കുന്നത്. അത് മറ്റുള്ളവരിലേക്ക് ഇത് പ്രകാശിച്ചില്ലെങ്കിൽ അത് പറയുടെ അടിയിൽ കൊണ്ടുവച്ചിട്ട് എന്താണ് ഒരു കാര്യമുള്ളത്? അത് പറയുടെ കീഴിലല്ല വെക്കേണ്ടത്. അത് വിളക്ക് തണ്ടിൽ നിന്നാണ് നമ്മൾ കത്തേണ്ടത്. വിളക്ക് തണ്ട് എല്ലാവരിലേക്കും പ്രകാശം പരത്താണ്. പറയുടെ അടിയിൽ വെച്ചാൽ പറയ്ക്കുള്ളിൽ മാത്രമേ പ്രകാശം വരുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രകാശമുള്ളവരാണ് നമ്മൾ. ആരും അങ്ങനെ വലിയ കൊടിയ പാവം ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ലാന്ന് നമുക്കറിയാം. എല്ലാവരിലും പ്രകാശമുണ്ട്. പക്ഷെ എവിടെയായിരിക്കുന്ന? പറയുടെ അടിയിലാണ്. എല്ലാവരും പറയുടെ അടിയിൽ ആ ഒരു ചെറിയ വട്ടത്തിന്റെ ഉള്ളിൽ പ്രകാശിച്ച് തീർന്നു പോകുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് പറയണത്, ഇത് കത്തിച്ചു വെക്കണം മുകളിലേക്ക്, എങ്കിലേ നാമം വിശുദ്ധമാകൂ.
ഇത് കത്തിച്ച് വിളക്ക് തണ്ടിൽ വെക്കാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിന്റെ നാമം വിശുദ്ധമാണ്. കാരണം ഞാനാണ് വിശുദ്ധമാക്കേണ്ടത്. ഞാൻ ഒരു പട്ടണം, മലമേലിരിക്കുന്ന പട്ടണം പോലെയാണ് ഒരു സഭ. അത് മറഞ്ഞിരിക്കാൻ പാടില്ല. ഒരു മലമേലിരിക്കുന്ന പട്ടണം ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും ആളുകൾക്ക് കാണാം. 4 ഭാഗത്തു നിന്നും താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വിടർന്ന് പ്രകാശിച്ച് നിൽക്കുന്ന ആ പട്ടണം കാണാൻ കഴിയും. ഒരു സഭ, ഒരു സ്ഥലം സഭ എന്ന് പറഞ്ഞാൽ അല്ലപ്രയിലുള്ള ഈ സഭ എന്ന് പറഞ്ഞാൽ ഈ ദേശത്തുള്ള എല്ലാവർക്കും തെളിഞ്ഞ് കാണാവുന്ന ഒരു സഭയാണ് ഒരു പട്ടണം. അത് മറഞ്ഞിരിക്കാൻ പാടില്ല. മലമേലിരിക്കുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ നമ്മൾ ഇതെന്തറിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടി നമ്മൾ നമ്മുടെ വിശുദ്ധിയിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വിശുദ്ധരായി മാറി നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നില്ലെങ്കിൽ, ഈ സ്വാദ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാകണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? അപ്പോൾ ദൈവമക്കളെ, ദൈവനാമം വിശുദ്ധമാകണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ വിശുദ്ധമാക്കണം. അല്ലാതെ ഒരിക്കലും ഇവിടെ ആ ദൈവത്തിൻ്റെ വിശുദ്ധി മറ്റുള്ളവർക്ക് പകരുവാനോ മറ്റുള്ളവരെ അറിയിക്കുവാനോ വേറൊരു മാർഗവും ഇവിടെ വെച്ചിട്ടില്ല. 1 കൊരിന്ത്യർ 6:10 വായിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നറിയുന്നല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നാ പറയുന്നത്. വാക്കുകൾ കൊണ്ടോ നാക്ക് കൊണ്ടോ കുറച്ചു നേരം മഹത്വപ്പെടുത്തുവാനല്ല പറയുന്നത്. കുറച്ചു നേരം മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തി മൂലം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവനാമത്തിൻ്റെ ആ ഒരൊറ്റ വിഷയത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ, നിന്റെ നാമം പൂജിതമാകണമേ എന്ന് ഞാൻ പറയുമ്പോൾ അത് ആക്കുന്നത് ഞാനാണ്. എനിക്കല്ലാതെ മറ്റാർക്കും ഈ ഭൂമിയിൽ അത് സാധ്യമല്ല. അതിനുള്ള അവകാശം ദൂതന്മാർക്ക് ഏൽപ്പിച്ചിട്ടില്ല. മറ്റൊരാളെയും ദൈവം അത് ഏൽപ്പിച്ചിട്ടില്ല. ഈ നാമം നമുക്കാണ് പകർന്നു കിട്ടിയത്. ഈ നാമം മറ്റുള്ളവരിലേക്ക് വിശുദ്ധമായി പകർന്നു കൊടുക്കാൻ മനുഷ്യർക്ക് മാത്രമേ പറ്റൂ. അതാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നാമം വെളിപ്പെടുത്തി. നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയത് വിശുദ്ധനായ ദൈവത്തിന്റെ നാമമാണ്, സ്വഭാവമാണ്. അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താനാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. ആ ദൈവനാമമാണ് ഞാൻ മറ്റൊരാൾക്ക് വെളിപ്പെടുത്തേണ്ടത്. ആ നാമം ഞാൻ മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആ സമയത്തിൽ എനിക്ക് വെളിപ്പെട്ട ആ ദൈവനാമം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു നാമം വെളിപ്പെടുത്താന്ന്. കാരണം നാമം ദൈവ സ്വഭാവത്തെ വരച്ച് കാണിക്കുന്നതാണ് നാമം. ആ നാമം എന്നിൽ ആവാഹിച്ച് ഞാനത് ഏറ്റെടുക്കുകയും ഞാൻ മറ്റുള്ളവർക്ക് ആ നാമം പകർന്നെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നാമം വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് രൂപം വെളിപ്പെടുത്തുന്നത്, അല്ലേ? നാമം വെളിപ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് എന്ത് ചെയ്തു? രൂപം വെളിപ്പെടുത്താമെന്ന് വിചാരിച്ചു. രൂപമാവുമ്പോൾ ആൾക്കാർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. യേശു എങ്ങനെയായിരിക്കണേ? ഒരു പടം കാണിച്ചു കൊടുക്കുക, കണ്ടില്ലേ? കുരിശിയിൽ കിടക്കണം, ഇതാണ് യേശു. ഇതെന്താ ഈ പുള്ളി ഇങ്ങനെ കിടക്കണേ? അതൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം. അപ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിലും ഈ നാമം വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഈ രൂപം വെളിപ്പെടുത്തൽ തുടങ്ങിയത്. അത് രൂപം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ പല പള്ളികളിലും കാണുന്ന ഈ രൂപങ്ങളെല്ലാം വെളിപ്പെട്ട് വന്നത് ഈ നാമം വെളിപ്പെടുത്തൽ അവരെ കൊണ്ട് സാധിക്കാത്ത ഒരവസ്ഥയിൽ വന്നപ്പോഴാണ് ഇങ്ങനെയാണ് ഞങ്ങളുടെ യേശു, ഇങ്ങനെയാണ് അമ്മ, ഇങ്ങനെയാണ് അപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രൂപങ്ങൾ അവർക്ക് ബോധിച്ച രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് മനുഷ്യർക്ക്. അപ്പോൾ നാമമാണ് വെളിപ്പെടേണ്ടത്, രൂപമല്ല. അപ്പോൾ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ടല്ലാതെ അതൊരിക്കലും സാധ്യമല്ല. നമ്മൾ ജീവിച്ച്, ക്രിസ്തു നമ്മളിൽ ജീവിച്ച് ക്രിസ്തുവിൻ്റെ നാമം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനിയുടെ ആവശ്യം. അതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ രൂപം വെളിപ്പെടുത്തും. ഇതൊക്കെ വെള്ളിയാഴ്ച യേശുവിനെ കുറിച്ച് തറച്ച് ചുറ്റും കൊണ്ട് നടക്കും. അതാണ് വെളിപ്പെടേണ്ടത്. അത് സത്യമല്ലല്ലോ. അതല്ലേ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നാമം വെളിപ്പെടുത്തണം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഓർത്തിരിക്കുക. ദൈവമക്കളെ, ഈ ഒരു കാര്യം വിട്ടുപോകരുത്. ഞാനാണ് നാമം മഹത്വപ്പെടുത്തേണ്ടത്. എൻ്റെ ജീവിതമാണ്, എൻ്റെ സാക്ഷ്യമാണ്. സാക്ഷ്യമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ള ഏക വ്യവസ്ഥിതി. മറ്റൊരു വ്യവസ്ഥിതിയില്ല. അപ്പം എൻ്റെ പിതാവേ എന്ന് ഞാൻ വിളിക്കണമെങ്കിൽ ഞാൻ പുത്രനായിരിക്കണം. ഞാൻ അവൻ്റെ നാമം വിശദീകരിക്കപ്പെടുന്നത് പറഞ്ഞാൽ ഞാനാണ് അത് വിശദീകരിക്കേണ്ടത്. എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജീവിതവും എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ പ്രവൃത്തികൾ കൊണ്ടും ഞാൻ അവനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് അവൻ്റെ നാമം ഈ മനുഷ്യരുടെ ഇടയിൽ, ഈ സൃഷ്ടിയുടെ ഇടയിൽ മഹത്വപ്പെടുത്തുന്നത്. അത് വിട്ടുപോകരുത്. 3ാമത്തെ പ്രാർത്ഥന, നിന്റെ രാജ്യം വരണം. നിന്റെ രാജ്യം വരണം എന്നുള്ളതാണ് അടുത്ത പ്രാർത്ഥനാ ഘട്ടം. നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് മാർമികമാണല്ലേ. മത്തായി സുവിശേഷം 13:15 വായിക്കുന്നു, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. അപ്പം മാർമികമായ രാജ്യം,
മർമ്മങ്ങളുള്ള സ്വർഗരാജ്യത്തിന്റെ മിസ്റ്ററീസ്, മിസ്റ്റിക്കൽ കിങ്ഡം ഓഫ് ദ ഗോഡ്, മാർമികമായ ദൈവീക രാജ്യം. ആ രാജ്യം വരണം. 2 തരത്തിൽ രാജ്യം വരാനുണ്ട്. മാർമികമായിട്ട് വരാനുണ്ട്, അല്ലാതെയും വരാനുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ പ്രാർത്ഥന, നിന്റെ രാജ്യം വരണം. എന്താ രാജ്യം എന്ന് ഉദ്ദേശിച്ചാൽ, നിന്റെ രാജ്യം വരണം എന്ന് ഉദ്ദേശിച്ചാൽ നിന്റെ ഭരണം വരണം. എന്നെ ഭരിക്കുന്നത് നീയായിരിക്കണം. എൻ്റെ ഭരണം നിന്റെ കൈകളിലാണ്. എനിക്കതിലൊന്നും ചെയ്യുവാനില്ല. എൻ്റെ കർത്തൃത്വം നിന്റെ കയ്യിലുണ്ട്. എൻ്റെ ലോർഡ്ഷിപ്പ്, എൻ്റെ ലോർഡ്, എൻ്റെ കർത്താവാണ് നീ. എൻ്റെ കർത്താവ് നീയാണ്. ക്യൂരിയോസ്, നീയാണ് കർത്താവ്. അപ്പോൾ നിന്റെ രാജ്യം വരണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണവും, എന്നെ ഭരിക്കുന്നതെല്ലാം നീ തന്നെയാണ്. ഞാൻ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ എന്നെ ഭരിക്കുന്ന നീയാണ്. നീയാണ് എൻ്റെ രാജാവെന്നാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ രാജ്യം നഷ്ടപ്പെട്ടത്? 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 8:7 വായിക്കുന്നു, യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിനും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ പ്രവർത്തിച്ച നാൾ മുതൽ ഇന്ന് വരെ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കുക. എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. അവിടെ യഹോവ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം അവർ നിന്നെയല്ല, അവർ എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത്. ഇതാണ് കാര്യം. ദൈവത്തിന്റെ ഭരണത്തെ ത്യജിച്ചുകൊണ്ട്, ദൈവം ഭരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഹിതങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കാപ്പട്യമല്ലേ, ഹിപ്പോക്രസി അല്ലേ? ദൈവമേ, നീ എന്നെ ഭരിക്കണം, നീ എന്നെ കൺട്രോൾ ചെയ്യണം. കാരണം എവിടെയാ ഭരണം നഷ്ടപ്പെട്ടത്? ഭരണം നഷ്ടപ്പെട്ടത് ഇവിടെ ഈ ശമൂവേൽ പറയുമ്പോഴല്ല, മനുഷ്യവർഗത്തിന്റെ തുടക്കത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത്. മനുഷ്യവർഗത്തിന്റെ തുടക്കത്തിൽ ഏദൻ തോട്ടത്തിലാക്കി വെച്ച ആദ്യ മാതാപിതാക്കൾ ദൈവീക ഭരണം അവർ ത്യജിച്ചു കളഞ്ഞ് സാത്താനിക ഭരണം സ്വീകരിച്ച അന്ന് മുതൽ ദൈവരാജ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. അന്ന് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലും പിന്നീട് പൂർണ്ണമായ തോതിൽ ദൈവീക ഭരണം മനുഷ്യൻ അംഗീകരിച്ചില്ല. ഭരണം ദൈവത്തിന്റെ തന്നെയാണ്, പക്ഷെ മനുഷ്യൻ ഇന്ന് വരെ പൂർണ്ണമായ തോതിൽ ആ ദൈവീക ഭരണം അന്വേഷിച്ചില്ല. അറ്റം വരെ പോയ ദാവീദിനെ നമുക്കറിയാം. അവിടെ വെച്ചും അവൻ തോന്നി, എനിക്ക് ആളുകളെ എണ്ണണം, എൻ്റെ കീഴിലുള്ള ജനങ്ങൾ എത്രയുണ്ടെന്ന് എനിക്കറിയണം, എൻ്റെ കീഴിൽ. അതാണ് ദാവീദ് പോലും ചിന്തിച്ചത്. അതായത് പൂർണ്ണമായ ദൈവീക ഭരണത്തിന് കീഴ്പ്പെട്ട് നിൽക്കാൻ നീതിമാന്മാരെ സിദ്ധരായ മനുഷ്യർക്ക് പോലും പലപ്പോഴും കഴിയാതെ പോയ ഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ രാജ്യം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലേ, യശയാപ്രവചനത്തിൽ കർത്താവിനെ പറഞ്ഞ ആധിപത്യം അവന്റെ തോളിൽ നിന്നാണ്. അതിന്റെ ഇംഗ്ലീഷിൽ വെച്ചാൽ ഗവൺമെന്റ് ഈസ് ഇൻ ഹിസ് ഷോൾഡർ. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ആധിപത്യം കർത്താവിന്റെ തോളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ സമ്പൂർണമായ ആ ഭരണത്തിൻ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് എത്രമാത്രം ഉറപ്പിൽ നിൽക്കാൻ സാധിക്കും. അതാണ് കാര്യം. കർത്താവ് എടുത്തെടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ചോദ്യം. കർത്താവ് നിരന്തരമായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്നെ എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. കർത്താവ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ അനുസരണത്തിൽ നിൽക്കുന്നവരെ ആണ് കർത്താവ് പറയുന്നത്. അപ്പോൾ സമ്പൂർണമായ അനുസരണത്തിൻ കീഴിലേക്ക് കടന്നു വരാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവരാജ്യം ഇവിടെ വരണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ വാക്കിൽ പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ സമർപ്പിക്കുന്നത്? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, അനുസരണത്തിന് കീഴിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കെന്താണ് വേണ്ടത്? എനിക്ക് ദൈവത്തിൻ്റെ രാജ്യം, ദൈവരാജ്യം എന്നിൽ സ്ഥാപിതമാകണമെങ്കിൽ ഞാൻ സമ്പൂർണമായ അനുസരണത്തിലേക്ക് കടന്നു വരേണ്ടി വരും. അപ്പോൾ സമ്പൂർണമായ അനുസരണത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എനിക്ക് സമ്പൂർണമായ തരത്തിൽ എനിക്ക് അനുസരിക്കേണ്ട കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഘട്ടത്തിൽ പോലും എനിക്കത് ലഭിക്കാതെ ഇരിക്കരുത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം ഉദ്ദേശിച്ചതും അതാണ്. നന്മയും തിന്മയും നീ തിരിച്ചറിയണ്ട, നന്മയും തിന്മയും എനിക്കറിയാം, നിനക്കുള്ള നന്മ ഞാൻ പറഞ്ഞു തരാം, നീ അത് കേട്ട് ചെയ്താൽ അത് നന്മയായിരിക്കും. അതായിരുന്നു ഏദൻ തോട്ടത്തിൽ. അതായത് നന്മയും തിന്മയും മാത്രം നീ തിരിച്ചറിയണ്ട, കാരണം നിനക്കത് തിരിച്ചറിയാനുള്ള ശേഷിയില്ല. തിരിച്ചറിഞ്ഞാലും നിനക്ക് ആ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കില്ല. പലപ്പോഴും ഇച്ഛിക്കാത്ത തിന്മയിലേക്ക് പോകും. പകരം നന്മയും തിന്മയും അറിയാവുന്ന ഞാൻ നിനക്ക് നന്മയും തിന്മയും പറഞ്ഞു തരാം.
ഞാൻ നിനക്ക് നന്മ എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ എന്ത് പറയുന്നോ അത് കേട്ട് നീ ചെയ്യുമ്പോൾ അത് നന്മ തന്നെ ആയിരിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം നിനക്ക് നന്മയെന്ന് തോന്നിയാലും അത് തിന്മയിലേ ചെന്ന് ഭവിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരു കാൽ വെക്കുമ്പോൾ പോലും ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആ ശബ്ദത്തിന്റെ കീഴിൽ അനുസരണമുള്ള നല്ല മക്കളായിട്ട്, പ്രിയ മക്കളായിട്ട് ദൈവത്തിന്റെ കീഴിൽ നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ, അതിന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിന്റെ രാജ്യം എന്നിൽ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു സമ്പൂർണമായ ഒരു അനുസരണത്തിന്റെ കീഴിലേക്ക് നമ്മളെ പറ്റി പറഞ്ഞ, നമ്മുടെ മുൻപത്തെ അവസ്ഥയെ പറ്റി പറയുന്നത്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് കീഴ്പ്പെട്ടിരുന്നവരാണ്. അനുസരണക്കേടിന്റെ ആത്മാവാണ് ഈ ലോകത്തിൽ വ്യാപരിക്കുന്നത്. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടത്തേക്ക് അനുസരണമുള്ള മക്കളായിട്ട് മാറണമെങ്കിൽ അതിശക്തമായൊരു സമർപ്പണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിന്റെ രാജ്യം എന്നിൽ വരണമെന്ന് പറയണമെങ്കിൽ ഓരോ തരത്തിലും ഞാനായിരിക്കാം, കർത്താവായിരിക്കണം ഭരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ രാജാവായിട്ട് യേശു ചെയ്തുകൊണ്ട് യേശു പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നിന്റെ രാജ്യം വരണമേ എന്നൊരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദൈവമക്കളെ, ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്രമാത്രം അടുത്ത് ചെല്ലാൻ കഴിയാറുണ്ട് എന്ന് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കും. കർത്താവെ, എൻ്റെ അനുസരണത്തിന്റെ ലെവൽ എത്രമാത്രമുണ്ട്? കർത്താവെ, എപ്പോഴെങ്കിലും നിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ 30-20 നമുക്ക് വ്യക്തമായ നിർദ്ദേശം തരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ വിട്ടുമാറാത്ത ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ 30-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ആ ആ ആ ആ ഇതാണ് പറഞ്ഞത്. പലപ്പോഴും കഷ്ടത്തിന്റെ അപ്പമായിരിക്കാം. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും, കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് ഇനി മറഞ്ഞിരിക്കില്ല. അതായത് ജീവിതം ബുദ്ധിമുട്ടായിരിക്കും. അനേക സാഹചര്യങ്ങൾ നമുക്ക് എതിരായിട്ട് ഇന്നു ജീവിതത്തിൽ കർത്താവ് കൂടെ ഉണ്ടോ എന്ന് തോന്നുമാറ് അനേക കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളും നടന്നു പോകുമ്പോഴും മാറ്റമില്ലാതെ വിട്ടുമാറാതെ ഒരാൾ കൂടെ ഉണ്ടാവും. അതെന്റെ ഉപദേഷ്ടാവായ പരിശുദ്ധാത്മാവാണ്. അതെന്നെ വിട്ടുമാറുകയില്ല. പലപ്പോഴും ജീവിതത്തിന്റെ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത കാല് വെക്കുന്നതിന് മുമ്പ് പുറകിൽ നിന്ന് ആ ശബ്ദം കേൾക്കും. അതായത്, ഇതാണ് നിന്റെ വഴി, നീ ഇതിലേ നടന്നു. ആ വഴി അനുസരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം മല പോലെ മാറിപ്പോകുന്നത് കാണാം. പലപ്പോഴും നമുക്ക് സാധിക്കാത്തത്, വഴികളെല്ലാം നമ്മൾ തീരുമാനിച്ച്, പദ്ധതികളെല്ലാം നമ്മൾ തീരുമാനിച്ച്, അതിന് ദൈവത്തിന്റെ ഒരു അനുവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയെത്തും. കർത്താവെ, ഞാനിത് ചെയ്യാൻ പോവുക, നീ അതിനെ ഒന്ന് അനുഗ്രഹിച്ചേക്കണം. കർത്താവെ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പോവുക, നീ അതിനെ ഒന്ന് അനുഗ്രഹിച്ചേക്കണം. പലപ്പോഴും ഏത് പ്രശ്നം വരുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്നുള്ള വഴികൾ നമ്മൾ തീരുമാനിച്ച് ദൈവത്തിലേക്ക് സമർപ്പിച്ച് അതിനൊരു അനുവാദം വാങ്ങിക്കുക. അതിന് പകരം ദൈവാത്മാവ് പറയുന്നത് എന്താ? വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ എൻ്റെ മുമ്പിൽ സമർപ്പണത്തോടെ ഒന്ന് അനുസരണത്തോടെ ഇരിക്കുക, ഞാൻ നിനക്ക് പറഞ്ഞു തരാം എൻ്റെ വഴിയെന്ന്. ആ വഴിയെ നീ നടക്കുക. ആ വഴിയെ നീ നടന്നു കഴിഞ്ഞാൽ നിന്റെ വഴി ശരിയായിരിക്കും. നിന്റെ ആ വഴി ജീവനിലേക്കുള്ള വഴിയാണ്. ഈ ലോകത്തിൽ ഒരു പക്ഷേ കഷ്ടവും ബുദ്ധിമുട്ടും ഞെരക്കവും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ പോലും ഞാനൊരു നിമിഷവും മാറി നിൽക്കില്ല. ഞാൻ 24/7 നിന്റെ കൂടെ, നിന്നെ നയിക്കാനായിട്ട് നിന്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വാഗ്ദാനം. ആ ഉറച്ച വാഗ്ദാനമാണ് നമ്മുടെ മുമ്പിലുള്ള. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യം നടത്തും. അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയും നിങ്ങളെ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്താണെന്നറിയോ? അത് അനുസരിക്കാനാണ്. അതായത് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവീക പദ്ധതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവ പദ്ധതികളിൽ മാത്രം കേട്ടുകൊണ്ട് നടക്കാൻ. പലപ്പോഴും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, മനുഷ്യർ എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അത് ദൈവഹിതമാകുന്നില്ല. ദാവീദിന്റെ വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിന് ദേവാലയം പണിയണമെന്ന്. ആര് കേട്ടാലും ഒരു നോ പറയാത്ത ഉത്തരം. പള്ളി പണയുന്നതിന് ഇപ്പൊ എന്ത് തെറ്റ് പറയാനാ? ഒരു ദേവാലയം പണിയാൻ ചോദിച്ചപ്പോൾ നാഥാൻ പ്രവാചകനും തോന്നി, ഇതിനേക്കാൾ നല്ലൊരു കാര്യം എന്താ ഉള്ളത്? ഒരു ദേവാലയം, ദൈവത്തിന് ദേവാലയം പണിയുന്നതല്ലേ എന്ന് തോന്നി കഴിഞ്ഞപ്പോഴാണ് നാഥാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ചോദിച്ചോളാം എനിക്ക് ദേവാലയം പണിയാനായിട്ട്. ഞാൻ നിന്നോടൊരു ദേവാലയം പണിയാൻ പറഞ്ഞോ? നിന്റെ മകനാണ് ദേവാലയം പണിയേണ്ടത്, നീയല്ല എന്ന്
നാഥാൻ പ്രവാചകനെ വിട്ടു പറയിച്ചു. അപ്പോൾ ജീവിതത്തിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എനിക്ക് സ്വയമായിട്ട് തീരുമാനമെടുക്കാൻ അവകാശമില്ല. നല്ലതെല്ലാം അറിയാവുന്നത്, നന്മ തിരിച്ചറിയാവുന്ന ദൈവത്തിന് മാത്രമാണ്. ദൈവം പറഞ്ഞെങ്കിൽ മാത്രം നന്മ പോലും ചെയ്യുക. വിശ്വാസികളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആരും പ്രശംസിക്കാൻ കാരണം പ്രവൃത്തികളല്ല, നാം സൽപ്രവൃത്തികൾക്കായിട്ട് അവൻ്റെ കൈപ്പണിയായി നിയമിച്ചിരിക്കുന്നു. അത് ചെയ്തു പോരേണ്ടതിന് അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. അത് ഞാൻ ചെയ്യേണ്ട സൽപ്രവൃത്തികൾ പോലും ദൈവം എനിക്കായിട്ട് മുൻ നിയമിച്ചതാണ്. ആ സൽപ്രവൃത്തികൾ പോലും എനിക്ക് നല്ലതെന്ന് തോന്നി നല്ലതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സൽപ്രവൃത്തികൾ പോലും ദൈവം എനിക്ക് അനുവദിച്ച്, ദൈവം എനിക്കായിട്ടുള്ള മുന്നൊരുക്കിയിട്ടുള്ള സൽപ്രവൃത്തികളാണ് ഞാൻ ചെയ്യേണ്ടത്. ചീത്തക്കാര്യങ്ങളുടെ കാര്യം മാത്രമല്ല, നല്ല കാര്യങ്ങളുടെ കാര്യത്തിൽ പോലും ദൈവത്തെ അനുസരിക്കണം, അല്ലേ? ആശിയിൽ വചനം പ്രസംഗിക്കണമെന്ന് ആർക്കാഗ്രഹമായിരുന്നു? പൗലോസിന് ആഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു വേണ്ട. എന്നാൽ പോയി ബിഥൂനിയയിൽ വചനം പറയണമെന്ന് ആത്മാവ് പറഞ്ഞു. എന്ത് തെറ്റുള്ള സുവിശേഷം പറയാൻ പോകാൻ? ആസിയയിൽ സുവിശേഷം പറയണ്ടേ? ബിഥൂനിയയിൽ സുവിശേഷം പറയണ്ടേ? ഇവിടെയൊക്കെ സുവിശേഷം അറിയിക്കേണ്ടതല്ലേ? പൗലോസ് അപ്പോസ്തലൻ പോകാൻ തയ്യാറായിരുന്നു. ആത്മാവ് പറഞ്ഞു വേണ്ട. പകരം എന്ത് പറഞ്ഞു? നീ മക്കതോനിയയിലേക്ക് കടന്നില്ല, നീ യൂറോപ്പിലേക്ക് പോകും, അവിടെ സഭ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ഹിതമാണ് നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യരുടെ ദൃഷ്ടിയിൽ നല്ലതെന്ന് ഒരു മനുഷ്യർക്ക് അവന്റെ വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ അറ്റം മരണമാണ്. മനുഷ്യർ ചെയ്യുന്നത് നന്മ തിന്മകളുടെ അറിവിൽ നിന്നാണ്. അത് തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും. മനുഷ്യൻ തിരിച്ചറിഞ്ഞ നന്മ, മനുഷ്യൻ എത്ര വലിയ നന്മ തിരിച്ചറിഞ്ഞാലും ദൈവം പറയുന്നു നിങ്ങളുടെ നീതിപ്രവർത്തികൾ എൻ്റെ മുമ്പാകെ കറപിരണ്ട തുണികൾ പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ നന്മയെന്ന് വിചാരിക്കുന്നതല്ല നന്മ. ദൈവം നിങ്ങളോട് എന്ത് പറയുന്നു അതാണ് നന്മ. അത് കേൾക്കാൻ എന്ത് വേണം? അവിടെയാണ് അവിടെ ആ ശരീരത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു. ഈ ചെവികൾ തുളയ്ക്കപ്പെട്ട ചെവികളായിരിക്കണം. തുളയ്ക്കപ്പെട്ട ചെവികളിലൂടെ ദൈവശബ്ദം നിരന്തരമായിട്ട് മുഴുകിക്കൊണ്ട് അത് കേട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് നിൽക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നിന്റെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. നമുക്ക് പ്രാർത്ഥിച്ചു പോകാനൊക്കെ എളുപ്പമാണ്. ഒരു മാർമികമായ ആ കാര്യത്തിൽ, ദൈവരാജ്യത്തിൽ നമുക്ക് ഒരു കാര്യം എടുത്ത് നമ്മൾ ദൈവം പറയുന്നത് കർത്താവേ സമ്പൂർണമായ അനുസരണത്തിൽ മാത്രമാണ് ദൈവരാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണ്ട ഒരു കാര്യമാണ്. സ്വർഗത്തിൽ സമ്പൂർണ്ണ അനുസരണമാണ്. അവിടെ ദൂതന്മാർക്ക് സ്വന്തമായിട്ടും തീരുമാനിക്കാനൊന്നുമില്ല. അവിടെ സമ്പൂർണ്ണ അനുസരണമാണ്. ആ സമ്പൂർണ്ണ അനുസരണമാണ് ഭൂമിയിൽ ഇവിടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ സമ്പൂർണ്ണ അവസരത്തിലേക്ക് കയറി നിൽക്കാൻ വിശ്വാസിയായ നാം പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസിയെ നിനക്കത് സാധിക്കും. ദൈവശബ്ദം കേൾക്കുവാനും, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ മറ്റുള്ളവരുടെ ശബ്ദം തിരിച്ചറിയുന്നില്ല, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവരെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവാണ് നമ്മുടെ മുൻപേ നടക്കുന്നത്. അവൻ മുൻപേ നടക്കുമ്പോൾ അവൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് പോകുവാൻ നമുക്ക് സാധിച്ചാൽ അത് സമ്പൂർണ്ണ അനുസരണം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇതിനെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് ചിന്തിക്കും. ഒരു കാര്യം ഓർത്തോ, നമ്മളെപ്പോലെ എല്ലാം അനുഭവിച്ച ഒരു കർത്താവാ. നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളെക്കാൾ ശക്തമായിട്ട് അറിയാവുന്ന കർത്താവാ. നമ്മളെ അവിടെ ഇവിടെയൊന്നും കൊണ്ട് കർത്താവ് എത്തിക്കില്ല. കർത്താവ് ഒരു വഴി കാണിച്ചു തന്ന് അതിലേ നടന്നാൽ നിങ്ങൾ നോക്കും, അത് ഭൗതികമായിട്ടും ആത്മീകമായിട്ടും പൂർണ്ണതയുള്ള വഴിയായിരിക്കും. അതാണ് പൂർണ്ണതയുള്ള വഴി. അപ്പോൾ എൻ്റെ ഹിതമല്ല നന്മ, ഞാൻ നല്ലതെന്ന് കരുതുന്നതല്ല നന്മ. അത് ഈ ലോകത്തിന്റെ സിവിലൈസേഷനിൽ നിന്ന്, ലോക സംസ്കാരത്തിൽ നിന്ന്, ഈ അത്തീല സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ നന്മയാണ് നമ്മൾ പലപ്പോഴും നന്മയായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിലെ നന്മ അതല്ല. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള മാസ്റ്റർ പ്ലാൻ, ഒരു വലിയ പദ്ധതിയുണ്ട്. അതായത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ഒന്നാക്കി തീർക്കാവുന്ന കാലസമ്പൂർണ്ണത വ്യവസ്ഥക്കായിട്ട് ദൈവം ഒരു വലിയ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാർട്ടാവുമ്പോഴാണ് നമ്മൾ അതിൻ്റെ നന്മയായി വരുന്നത്. അതിൻ്റെ ഭാഗമായി വരുമ്പോഴാണ് ഞാൻ നന്മയായി തീർക്കുന്നത്. ദൈവമുള്ള ഒരു കാര്യം ഓർത്തോ, ദൈവശബ്ദം കേൾക്കുവാനും ദൈവശബ്ദം അനുസരിക്കുവാനും കഴിയാത്തവർക്ക് നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ദൈവമക്കളെ, പിതാവേ എന്ന് വിളിക്കുവാനും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അവൻ്റെ ഗവൺമെന്റിനെ അംഗീകരിക്കുവാനും കഴിയുന്നവർക്കാണ് ദൈവമക്കളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയൂ. അപ്പോൾ ഈ പ്രാർത്ഥന ഒറ്റ വാക്കിൽ കർത്താവ് പഠിപ്പിച്ചപ്പോൾ കർത്താവ് അനേക തരത്തിൽ ജീവിച്ചുകൊണ്ടാണ് പ്രാർത്ഥന എങ്ങനെയാണ് പൂർണ്ണമാക്കുന്നതെന്ന് തൻ്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തത്. എളുപ്പമല്ല, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, സമർപ്പണമുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, അതിനാണ് പാറക്ലീറ്റ്, സഹായകൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മളെ നയിക്കുവാൻ, ഈ വഴിയിൽ നമ്മളെ നടത്തുവാൻ സഹായിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ കരം പിടിച്ച് ഈ ഭൂമിയിൽ നമ്മൾ സകല സത്യത്തിൽ
മാർഗത്തിൽ നടന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുള്ള ബോധ്യം പ്രാപിച്ച് ആ സത്യത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പ്രയാസമുള്ളതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ സ്വതസിദ്ധമായ സ്റ്റബോൺനെസ്, ആ പിടിവാശി, അതൊന്ന് വിട്ടുകളയാൻ തയ്യാറാവണം. നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. നമ്മുടെ പിടിയൊന്ന് വിടണം. നമ്മുടെ പിടി വിട്ടൊന്ന് സമർപ്പണത്തിലേക്ക് നീങ്ങണം. ദൈവസന്നിധിയിലേക്ക് കടന്നു നിൽക്കണം. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയണം നമ്മൾ വ്യക്തമായിട്ട്. അതായത് സിയോൻ പർവ്വതത്തിൻ്റെ മുൻപിൽ ഒന്ന് ആലോചിച്ചു, സ്വർഗീയ യെരൂശലേമിൻ്റെ മുൻപിൽ, എല്ലാവർക്കും ന്യായാധിപനായ പിതാവാൻ ദൈവത്തിൻ്റെ മുൻപിൽ, ദൂതന്മാരുടെ സർവ്വസംഘത്തിൻ്റെ മുൻപിൽ, മാത്രമല്ല സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിൽ, എല്ലാവർക്കും മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനോട് കൂടെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ, ആ അടുക്കൽ നിന്നുകൊണ്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിൽ, എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അഭിഷേകത്തിൽ ഞാൻ തന്നെ എന്നെ തന്നെ യാഗമായി ഞാനാകുന്ന മന്ദിരത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ നിന്റെ നാമമഹത്വപ്പെടുത്തി നിന്റെ അധികാരത്തിലും ഭരണത്തിൻ്റെയും കീഴിൽ നിന്ന്, അതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ ഫിലോസഫിക്കലായിട്ട് തോന്നും. പക്ഷേ ഇതാണ് സത്യം, ഇതാണ് വഴി. ഇതിനെ നടന്ന് കയറുക, ഈ വഴിയെ നടക്കുക. ബുദ്ധിമുട്ടുണ്ടാകും, ഇടറി വീഴും, ബുദ്ധിമുട്ടുകൾ അനേക തവണ തടഞ്ഞു വീഴും, പ്രയാസങ്ങൾ അനേക ഘട്ടങ്ങളുണ്ടാകും. അനേക തവണത്തിൽ നമുക്ക് നിവർത്തിക്കാൻ പറ്റുമോ വിഷമിക്കും. വീണ്ടും എഴുന്നേൽക്കും, നടക്കുക. അങ്ങനെ പിച്ച വെച്ച് നടന്ന് നിങ്ങൾ കീഴടക്കും. കാരണം അവസാന കീഴടങ്ങളെല്ലാം ജയാളികൾക്കുള്ളതാണ്. ഒരുപക്ഷെ അനേക തവണ നമ്മൾ തോറ്റെന്നിരിക്കും, പക്ഷെ വീണ്ടും നടക്കണം. ജയാളികൾക്കുള്ളതാണ്. കൈവിടാതെ കൂടെ നടക്കാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യം. പരിശുദ്ധാത്മ വിടാണ്ട് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യം. പിതാവിൻ ദൈവത്തിൻ്റെ മുൻനിർണയം നമ്മുടെ കൂടെയുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനെ നിർവഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.